بسم الله الرحمن الرحيم والعصر കാലം തന്നെയാണ് സത്യം. إن الإنسان لفي خسر തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ ഇസ്ലാഹി സെൻ്ററിൻ്റെ സാരഥികളെ, സ്നേഹസമ്പന്നരായ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ പിതാക്കളെ, മാതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടാമതൊരിക്കൽ കൂടെ ഇസ്ലാഹി സെൻ്ററിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും മാനസിക ബന്ധം പുതുക്കുന്നത് അതിനുള്ളൊരു സൗകര്യം ഒരുക്കിത്തീരുകയും ചെയ്ത അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. കേരളത്തിലെ ഓരോ പ്രദേശങ്ങളിലും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കുടുംബത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയുമൊക്കെ വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ തന്നെയും. മാനസികമായ, ശാരീരികമായ, അതുപോലെ തന്നെ സാമ്പത്തികമായ പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടുതന്നെ ഒരു വിശ്വാസിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. അപ്പോഴേ വിശ്വാസത്തിൻ്റെ ഒരു ദൃഢത അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ നമുക്കൊരവസരം നൽകുന്നത്. അതിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള വിശാലമായ ഒരു സെൻ്ററിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി മക്കളെ പറഞ്ഞയച്ചും മക്കളെ പഠിപ്പിച്ചും മക്കളുടെ പഠനകാര്യത്തെക്കുറിച്ചും അവരുടെ ദീനീ സംസ്കാരത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ അവിടെയും എത്തിച്ചേരാൻ താല്പര്യപൂർവ്വം എത്തുന്ന
രക്ഷിതാക്കളെ നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളുടെ ഇസ്ലാമികമായ നമ്മളുടെ ഈമാനും കൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പരലോക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ജോലിയും സ്വന്തം ജോലിയുടെ കൂടെ നിങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാവേശവും അങ്ങനെയുള്ള ഒരു ഊർജവും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിന് കുളിർമയും നമ്മളുടെ മരണത്തിന് ആശ്വാസവും നൽകുന്ന ഒരു കർമ്മമാണ് എന്ന തിരിച്ചറിവാണ് ദഅവത്തിൻ്റെ രംഗത്ത് നമ്മളുടെ കുട്ടികൾക്ക്, നമ്മളുടെ കുടുംബത്തിന്, നമ്മളുടെ നാടിന്, നമ്മളുടെ വീടിന് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെയൊക്കെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് നിങ്ങൾക്കും അറിയാവുന്നത് കൊണ്ടാണ് പല ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് വിദൂര ദിക്കിൽ നിന്ന് പോലും ആഴ്ചകളിൽ ഇവിടെ സന്ദർശനം നടത്തുകയും CD കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ. കുടുംബത്തെക്കുറിച്ചുള്ളത്, സമൂഹത്തെക്കുറിച്ചുള്ളത്, ആരാധനയെക്കുറിച്ചുള്ളത്, അതുപോലെ തന്നെ സാമൂഹിക ബാധ്യതകളെക്കുറിച്ചുള്ളത്. ഞാൻ എന്തു കേൾക്കണം, ഞാൻ എന്തറിയണം, ഞാൻ എന്തു മനസ്സിലാക്കണം, ഞാനെന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ആഴ്ചകളിലും സന്ദർശനം നടത്തി, ക്ലാസ്സുകളിൽ പങ്കെടുത്ത്, പഠനം നടത്തി ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഊർജ്ജസ്വലത വീണ്ടും നിലനിന്നു പോകുവാൻ ഇത്തരത്തിലുള്ള ആഴ്ചകളിൽ 2 പ്രാവശ്യവുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഈ സംഗമങ്ങൾ അതിനൊരു കാരണം കൂടി ആകുന്നു എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ തന്നെയും ഉള്ളത്. ഇന്ന് പ്രത്യേകമായൊരു സംഗമം വിളിച്ചു കൂട്ടിയത് ബഹുമാന്യരായ രക്ഷിതാക്കളോട് ചില കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുവാനാണ്. നമ്മളൊക്കെ തന്നെയും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളാണ്. നമ്മളുടെ സന്താനങ്ങൾ, ചില സഹോദരങ്ങൾ വിളിച്ചു ചോദിച്ചു, ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ആർക്കുള്ളതാണ്? രക്ഷിതാക്കൾക്കുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ കുട്ടികളില്ല, എന്നാലും ഒരു രക്ഷിതാവാകാൻ പോകുന്നയാളാണല്ലോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഏതായാലും വാ, എന്തെങ്കിലും ഒന്ന് നിനക്കുള്ളതും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിന്ന് എന്തായാലും കിട്ടാതിരിക്കൂല. അള്ളാഹുവും റസൂലും നമ്മളോട് എന്തു പറഞ്ഞാലും നമുക്ക് ഓരോ സ്റ്റെപ്പുകളിലുള്ള നിർദ്ദേശങ്ങളാണ്. ഒന്നുകിൽ താഴേന്ന് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ മുകളിലെത്തിയാൽ നമുക്ക് കിട്ടേണ്ടത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ രൂപത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് 23 കൊല്ലക്കാലത്തെ കഠിനമായ ജീവിതത്തിനിടയിൽ നമുക്ക് മുമ്പിൽ പൂർണ്ണമായി വരച്ചു കാണിച്ചു തന്ന ആ ത്യാഗപൂർണമായ ജീവിതം എനിക്കും നിങ്ങൾക്കും കുടുംബമായി ജീവിക്കുവാൻ വലിയ ഒരു കരുത്ത് തന്നെ പകരുന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെങ്ങനെയാണ് രക്ഷിതാക്കളാകുന്നത്, ഒരു ക്ലാസ് രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കാവുന്ന, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാവുന്ന ഈ കൂടിയിരിക്കുന്നത് പോലെ നാളെ അങ്ങ് ചെന്നുകൊണ്ട് അവിടെ നമുക്ക് പരലോകത്ത് ഒരുമിച്ച് ചേരുവാനും നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മളുടെ പൊന്നുമക്കളെയും നമ്മളുടെ ഭാര്യമാരെയും നമ്മളുടെ ഭർത്താക്കന്മാരെ ഭാര്യമാർക്കുമൊക്കെ കൂടിയിരുന്ന് കാണുവാനുമുള്ള സൗഭാഗ്യം ഒരുക്കുക. ഇതാണ് ഒരു ജീവിതത്തിലെ സുപ്രധാനമായ ലക്ഷ്യം. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താ മോനെ നിന്റെ ലക്ഷ്യം? എനിക്ക് ഒന്നുമില്ല, ഇങ്ങനെ കഴിഞ്ഞുകൂടണം, കുറച്ചൊക്കെ ലഭിക്കുന്ന സമ്പാദ്യം കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കഴിയണം, എന്നിട്ടോ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ച് എനിക്ക് ജീവിക്കണം, പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടണം. പിന്നെന്താണ് ആഗ്രഹം? ഒന്നുമില്ല, അത് കഴിഞ്ഞ് പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം. ഇതാണോ നിന്റെ ആഗ്രഹം, നിന്റെ മക്കളുടെ ആഗ്രഹം? മക്കളോട് ചോദിച്ചു നോക്കൂ, മക്കളും അതാണ് പറഞ്ഞത്. നിന്റെ ഭാര്യയുടെ ആഗ്രഹമോ? ഭാര്യയുടെ ആഗ്രഹവും അതാണ് പറഞ്ഞത്. എന്തേ? ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായ ആഗ്രഹം അങ്ങോട്ട് മടങ്ങുകയാണ്. ചിലപ്പോൾ അവൻ വരുന്നത് പുതിയ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിയിടണോ, വേണമെങ്കിൽ പിന്നീട് വിൽക്കാനെന്ന് പറയാനാകും. അവൻ പറയും, ഞാൻ നിങ്ങളെ കരുതിയല്ല വന്നത്, ഞാൻ പോകുന്നു, അസ്സലാമു അലൈക്കും. കാരണം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായല്ല നമ്മളാരും കുതിച്ചു പായുന്നത്, മറിച്ച് ഉള്ള ആഗ്രഹങ്ങൾ അള്ളാഹുവും റസൂലും അനുവദിച്ചതാകണം. അതിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഭൂമുഖത്ത് ഒരു അതിഥിയെ പോലെയാണ്. നമ്മളുടെ രക്ഷിതാവാരാ? നമ്മളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. ആ രക്ഷിതാവായ അള്ളാഹു നമ്മളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതും എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നതും എത്രത്തോളമാണ് നമുക്ക് ഗുണം ലഭിക്കുന്നതും എത്രത്തോളമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മയെ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, ആ ഉമ്മ ആ കുഞ്ഞിനെ വലിച്ചെറിയുമോ എന്നാ. സഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ, ആ കുഞ്ഞിനെ വലിച്ചെറിയുകയില്ല, എങ്കിൽ അള്ളാഹു നിങ്ങളെയും വലിച്ചെറിയുകയില്ല എന്നാണ്. നേരെ തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ
നേരെ തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ ആ പാല് കൊടുക്കുന്നു ആ കുട്ടിക്ക്. ആ പാല് കുടിക്കുന്ന കുട്ടി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഉമ്മയെ തിരിച്ച് വലിച്ചെറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. കാരണം നമ്മളുടെ സമൂഹമൊക്കെയാണല്ലോ ഭാവിയിൽ ഇവിടെ ജീവിച്ചു വരാൻ പോകുന്നത്. അങ്ങനെ ചോദിച്ചില്ല. ഏതായിരുന്നാലും നേരെ തിരിച്ചേ ചോദിച്ചതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, വലിച്ചെറിയുകയില്ല. എങ്കിൽ അള്ളാഹു നിങ്ങളെയും കൈവിടുകയില്ല. അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും 100 പകുത്താൽ അതിൽ 1% 1% ഒരു കുതിര തൻ്റെ കാൽ പൊക്കി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്. ഒരു പക്ഷിയെ, ഒരു കോഴീൻ്റെ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ ഒരംശമാണെന്ന് പഠിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ ദൂതൻ എന്നെയും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് എന്തിനാ പഠിപ്പിച്ചെന്നറിയോ? നമ്മൾ സ്നേഹം കാണിക്കാൻ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളുടെ അബുദാബിയിലും അതുപോലെ തന്നെ UAE പല ഭാഗങ്ങളിൽ മഴത്തുള്ളികൾ മിനിഞ്ഞാന്ന്, അതിൻ്റെ മുമ്പ് 2 ദിവസമൊക്കെ മഴ പെയ്തു. ആകാശത്ത് ഈ മേഘപാളികൾ കേരളക്കരയിലുണ്ട്. കേരളക്കരയിൽ 8-10 ദിവസം വെള്ളപ്പൊക്കമായിരുന്നു. ഇതിൻ്റെ ഇടക്ക് പെയ്ത് നമ്മളാരും കണക്ക് കൂട്ടാത്ത കാലത്ത് കിട്ടിയ മഴ. യഥാർത്ഥത്തിൽ ആ മഴ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ആകാശം, നമ്മളിവിടുന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ആ ചന്ദ്രനെയാണ് കാണുന്നത്, സൂര്യനെ നോക്കുമ്പോൾ ആ സൂര്യനെയാണ് കാണുന്നത്. മേഘം നോക്കുമ്പോഴും കുറഞ്ഞ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ആ മേഘപാളികൾ അള്ളാഹു അതിൽ തുള്ളികളാക്കി കേരളത്തിൽ പെയ്യിപ്പിക്കുന്നത് പോലെ അത് ആകാശമല്ലേ, ഇത് ഭൂമിയല്ലേ എന്ന് കരുതിക്കൊണ്ടങ്ങ് പെയ്യിപ്പിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എത്രത്തോളം വെള്ളപ്പൊക്കമായി പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു നോക്കുന്നു, അള്ളാഹു കാണുന്നു. മണൽപ്പരപ്പ്, അത് മരുഭൂമിയാണ്. അവിടെ പെയ്യിപ്പിച്ചാൽ അവരങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോകും. വേണ്ട, അള്ളാഹു ഓരോ കാലത്തേക്കും ഓരോ ദേശത്തേക്കും അത് മാറ്റിവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ആ കാരുണ്യം മനസ്സിലാക്കിക്കൊണ്ടാകണം രക്ഷിതാക്കളായ നമ്മൾ മറ്റുള്ളവർക്ക് കാരുണ്യം കൊടുക്കേണ്ടത്. നമ്മളുടെ വ്യക്തിപരമായി ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഓർക്കുക. നമ്മൾക്ക് മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുക നമ്മളുടെ ഒരു ബാധ്യതയാണ്. അതൊരു ഔദാര്യമല്ല. മലയാളികളാകുമ്പോൾ നമ്മൾ കൂടുതൽ കാണുകയും അറിയുകയും നമ്മളുടെ കൂട്ടുകാരോടൊക്കെ കരുണ ചെയ്യുകയും ചെയ്യുന്നതാണ്. പല രൂപത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ തന്നെ സഹകരിക്കുകയും അതുപോലെ കൂട്ടുകാരനും കുടുംബക്കാരനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്തിന്? അവൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല, അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, മറിച്ച് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും, അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാരും ചിന്തിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അങ്ങനെ നിങ്ങൾ പറയരുത്. കിട്ടുമെന്ന ഉറപ്പിലായിരിക്കണം നിങ്ങൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ്. സത്യവിശ്വാസികളെ, നമ്മൾ ആ രംഗത്ത് രക്ഷിതാക്കൾ എന്ന വിഷയമാകുമ്പോൾ പരമപ്രധാനമായി കടന്നു വരുന്നത് നമ്മളുടെ സന്താനങ്ങളുടെ കാര്യമായിരിക്കാം. സന്താനങ്ങൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ കരയാത്തവരായി ഓർക്കാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ സ്നേഹം ഹൃദയത്തിൽ തന്നവനാണ് അള്ളാഹു. നോക്കൂ നിങ്ങൾ, എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ ഇഖാമ, എൻ്റെ വിസ, എൻ്റെ ജോലി, എൻ്റെ പാസ്പോർട്ട്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, ഈ എൻ്റെ എന്ന പദം നമ്മളിൽ നിക്ഷിപ്തമാക്കി തന്നത് ആരാണ്? അള്ളാഹു നമുക്ക് ഒരു ജീവൻ നൽകുകയും ആ ജീവനെ മനസ്സിലാക്കാൻ നമുക്കൊരു തലച്ചോറ് തരികയും ചെയ്തതുകൊണ്ട് ഉണ്ടായതാണ്. നമ്മളുടെ ജീവൻ ഇന്ന് അങ്ങ് ശരീരത്തിൽ നിന്ന് പിൻവലിച്ചാൽ നമ്മളുടെ അഡ്രസ്സ് എന്താണ്? നമ്മുടെ പോസ്റ്റ് എന്താണ്? നമ്മുടെ ജോലി എന്താണ്? നമ്മളുടെ ഉപ്പയെ മോൻ വിളിക്കുന്നത് എന്താ? നാട്ടുകാരനായ ഇക്ക എന്ന് വിളിച്ചിരുന്ന ആൾ നാളെ വിളിക്കുക എന്താ? എല്ലാവരും ഒറ്റ പദേ പറയുള്ളൂ. എന്താ പറയുക? മയ്യത്തെപ്പളാ കൊണ്ടുവരിക, മയ്യത്തെപ്പളാ കുളിപ്പിക്കുക, മയ്യത്തെപ്പളാ കഫൻ ചെയ്യുക, മയ്യത്തെപ്പളാ എടുക്കുക, മയ്യത്തെപ്പളാ മറവ് ചെയ്യുക. എന്തേ? ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. ഈ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. സ്വത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ ആരും വിളിക്കൂല. ആരോഗ്യത്തിൻ്റെ ശാരീരിക ശേഷി നഷ്ടപ്പെട്ടാൽ ആരും അങ്ങനെ വിളിക്കൂല. കണ്ണുപോയാൽ അങ്ങനെ വിളിക്കൂല, കാതുപോയാൽ വിളിക്കൂല. ബോധം നഷ്ടപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാലാണ്. അപ്പോൾ ഐഡന്റിറ്റി തന്നത് ആരാണ്? ഹൽ അതഅലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മസ്കൂറാ.
പറയപ്പെടാത്ത, പരിഗണിക്കപ്പെടാത്തൊരു കാലം മനുഷ്യ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ അള്ളാഹു നമ്മളോട് കരുണ കാണിച്ചത് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കുന്നത്. സ്നേഹം എന്നതൊരു വികാരമാണ്. നമ്മളുടെ തലച്ചോറ് എന്തും ചിന്തിക്കും. അവിടെ ഉപദേശകനായി കടന്നു വരുന്നത് ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാനും നിങ്ങളും കേട്ടില്ലേ? പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ മനസ്സ് നന്നാക്കണം, എന്തിനാ മനസ്സ് നന്നാക്കണം, എന്തിനാ മനസ്സ് നന്നാക്കണം എന്നൊക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ വഅദ് പറയുന്നത്. എന്തിനാ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, വായിക്കുന്നത്? തലച്ചോറ് എന്തും തീരുമാനിക്കും. തലച്ചോറ് എന്തും തീരുമാനിക്കും. വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയെ ചൊല്ലിക്കൊടാ തലാഖ് എന്ന് ചിലപ്പോൾ തലച്ചോറ് തീരുമാനിച്ചു എന്ന് വരാം. അവിടെ നമ്മളോട് ഹൃദയസ്പർശായി നമ്മളോട് ഉപദേശിക്കുന്നത് ആരായിരിക്കും? നിങ്ങൾ നമ്മുടെ ഹൃദയമായിരിക്കും. അരുത്, സാരല്ല, 3 കുട്ടികളെ ഉമ്മയല്ലേ, എൻ്റെ കൂടെ ജീവിച്ചതല്ലേ, ഇത്രയൊക്കെ പോറ്റിയതല്ലേ, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെന്നല്ലേ, ചെറിയ എന്തെങ്കിലും ഒരു ഫാൾട്ട് വരുമ്പോഴേക്ക് അതൊക്കെ അതാരാ പറയുന്നത്? നിങ്ങളുടെ കിടപ്പറയിൽ കിടന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുകയാണ്. ആ ആലോചനക്കുള്ള നിങ്ങൾക്ക് ഉപദേശം തരുന്നതാരാ? ഈമാനുള്ള ഹൃദയമാണ്. രക്ഷിതാക്കളെ, അനിവാര്യമായി എനിക്കും നിങ്ങൾക്കും ഉള്ളതും ഇനി ഉണ്ടാകേണ്ടതും ഈമാനുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാവുക എന്നാണ്. നമുക്ക് ഫ്ലാറ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. നമുക്ക് നാട്ടിൽ വില്ലയുണ്ടാവുകയോ വില്ലയുണ്ടാവാതിരിക്കുകയോ ചെയ്യാം. നമുക്ക് നാട്ടിൽ 1 സെന്റ് ഭൂമി സ്വന്തം പേരിൽ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈമാനുള്ളൊരു ഹൃദയം അത് ഇല്ലാതിരിക്കാൻ പാടില്ല. അതിൻ്റെ പൂർണ്ണമായ അടിസ്ഥാനപരമായ ഉപകാരം എനിക്കും നിങ്ങൾക്കുമല്ലാതെ മറ്റാർക്കും കിട്ടുകയില്ല. നമ്മളുടെ കീശയിലുള്ള പണം അത് നമുക്കും മറ്റുള്ളവർക്കും ഉപകരിച്ചു എന്ന് വരാം. പക്ഷേ നമ്മളുടെ ഈമാൻ ഉണ്ടല്ലോ, അത് നമുക്ക് തന്നെയാണ് ഉപകരിക്കുക. അത് മറ്റൊരാൾക്കും ചോർത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ്, മറ്റൊരാൾക്കും നഷ്ടപ്പെടുത്താൻ സാധിക്കാത്തതാണ്. നമ്മളുടെ ബുദ്ധിശക്തി ചിലപ്പോൾ മറ്റൊരാൾക്ക് ചോർത്തിക്കൊണ്ടുപോകാം. നമ്മളുടെ പണം മറ്റൊരാൾക്ക് കളവ് ചെയ്തു കൊണ്ടുപോകാം. നമ്മളുടെ ഈമാനിനെ മറ്റൊരാൾക്കും ചെയ്തു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാനുള്ള ഹൃദയമായി തീരാൻ നമ്മളൊക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന അള്ളാഹും റസൂലും എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ എനിക്ക് ഓരോന്നും ഒരു കാരണമായി തീരും. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഖുർആൻ നമ്മളോട് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഖ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. പക്ഷേ ഖുർആൻ 2-3 തരത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പത്രങ്ങളിലൊക്കെ ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ കണ്ടു കാണും, കാണാനില്ല. എന്താണ് മോനെ, നീ പോയിട്ട് ഇത്ര ദിവസമായി ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പത്രത്തിൽ ഇങ്ങനെ പരസ്യമൊക്കെ കൊടുക്കാറുണ്ട്. അതിൻ്റെ 2 ദിവസം മുമ്പൊന്ന് സ്വന്തം വായ കൊണ്ടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ മറ്റൊരു പരസ്യം കാണുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഈ കാണാനില്ല, നഷ്ടപ്പെട്ടു എന്ന് പത്രത്തിൽ കാണാറുണ്ട്. RC നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു, വിസ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ? ഈ കാണാനില്ല, നഷ്ടപ്പെട്ടു, ഇത് രണ്ടും ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ മക്കൾ നമ്മളുടെ വീട്ടിലുണ്ട്. പക്ഷേ പല മക്കളുടെ കാര്യത്തിലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. 22 വയസ്സുള്ള, പിടിച്ചാൽ കിട്ടാത്ത, യാതൊരു നിയന്ത്രണത്തിലും കിട്ടാത്ത എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പരസ്യം കൊടുക്കാൻ വല്ല ഫ്രീ സ്ഥലവും സ്പേസും പത്രത്തിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പലരും കൊടുക്കേണ്ട ഘട്ടത്തിലാണുള്ളത്. മക്കൾ വീട്ടിലുണ്ട്. നമ്മളുടെ സ്നേഹത്തിൽ നിന്ന് എന്തോ അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അവർ പ്രത്യേകമായി എന്തോ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, വളർത്തുന്നു, പോറ്റുന്നു. ഇവയൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ പരിശുദ്ധ ഖുർആൻ ഞാൻ ഈ ഓതി വെച്ച ആയത്ത് ഏത് സൂറത്തിലാണെന്നറിയോ? സൂറത്തു തഗാബുൻ എന്നാണ്. സൂറത്തു തഗാബുൻ എന്ന് പറഞ്ഞെന്നറിയോ? നഷ്ടം വെളിപ്പെടുത്തുന്ന സൂറത്ത് എന്നാണ്. നഷ്ടം വെളിപ്പെടുത്തുന്ന സൂറത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ നിങ്ങൾക്കും എനിക്കും സംഭവിക്കാവുന്ന നിരവധി നഷ്ടങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സൂറത്താണ്. ആ സൂറത്തിലാണെന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും സന്താനങ്ങളെക്കുറിച്ച്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും ഔലാദികും, നിങ്ങളുടെ ഇണകളുടെ കൂട്ടത്തിലും നിങ്ങളുടെ സന്താനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്
അദുവ്വൻ നിങ്ങൾക്ക് ശത്രുക്കളായി ഉണ്ട്. ഇത് ശത്രുക്കളായി ഉണ്ട് എന്ന് പറയുന്നത് അറിയോ? ഭാര്യമാരും അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാർക്കും, ഭർത്താക്കന്മാർ ഭാര്യമാർക്കും, അതുപോലെ ഭർത്താക്കന്മാർക്കും ഭാര്യക്കും ഉപ്പക്കും ഉമ്മക്കും മക്കളും ശത്രുവാണ് എന്ന് പഠിപ്പിക്കാനല്ല. എന്നിട്ട് എന്താ പറയും? ഫഹ്ദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണം. വഇൻ തഅഫൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ, വതസ്ഫഹു, അതുപോലെ തന്നെ നിങ്ങൾ വിശാലത കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, വതഗ്ഫിറു, നിങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനും ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവനുമാണ്. എന്താണ് അള്ളാഹു നമ്മളോട് പരിചയപ്പെടുത്തുന്നത്? നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് യഥാർത്ഥത്തിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മളുടെ സന്താനങ്ങൾ വലിയൊരു സൗഭാഗ്യമാണ്. നമുക്കൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മക്കളില്ലാതെ നിന്നിട്ട് മക്കളുണ്ടാകുമ്പോൾ നമുക്കൊരു സൗഭാഗ്യമായി തോന്നും. പിന്നെ രണ്ടാമത്തെ മകനുണ്ടായി, മൂന്നാമത്തെ മകളുണ്ടായി, നാലാമത്തെ മകളുണ്ടായി. ഒരു മകനുമില്ലാത്തവൻ എനിക്ക് അള്ളാഹു സൗഭാഗ്യം തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നാൽ എൻ്റെ രണ്ടെണ്ണം ഈ എടുത്തോ, എന്നാൽ ഇനി ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്ന്. നമുക്കൊരു സൗഭാഗ്യമായിട്ട് എനിക്കും ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ രണ്ടാമത്തതും കുഴപ്പമില്ല, ഒരു സൗഭാഗ്യത്തിൻ്റെ കൂട്ടത്തിൽ. മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ഒക്കെ സൗഭാഗ്യമാണ്, ദൗർഭാഗ്യകരമല്ലേ എന്നല്ലേ ഖുർആൻ പറയേണ്ടത് എന്നാ തോന്നുന്നത്. ദൂരക്കാഴ്ച എന്നേക്കാൾ കൂടുതലുള്ളതാണ് അള്ളാഹുവിന്, നിങ്ങളെക്കാൾ കൂടുതലുള്ളതാണ് അല്ലേ? ഒരു കുട്ടി അത് മതി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജനനത്തിന് തടസ്സം നിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ നടത്തി ആ കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു. ഇനി ആരോട് ചോദിക്കാൻ? ഇപ്പോൾ എടപ്പാളിലേക്ക് ബസ് കയറുകയാണ്. എടപ്പാളുകാരായാലും ക്ഷമിക്ക്, എടപ്പാളിലേക്ക് ബസ് കയറുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാർഗത്തിൽ ഉണ്ടാവാൻ മാർഗമുണ്ടോ? അള്ളാഹു നമ്മളെ പഠിപ്പിക്കുക ഒരു പരീക്ഷണമാണ്, ഒരു സൗഭാഗ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉണ്ടാവുക എന്നത്, മക്കൾ നമുക്കുണ്ടായിത്തീരുക എന്നത് അള്ളാഹു നമ്മളോട് പറയുന്നത് ഒരു സൗഭാഗ്യമാണ്. പക്ഷെ എന്തുണ്ട്? ശത്രുക്കളുണ്ട് എന്ന് പറയണത് എന്താ അറിയോ? എന്തിനായി പറയണറിയോ? നമ്മളുടെ സമീപനം ശരിയാക്കാനാണ്. ശത്രുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്, നീ നല്ല സമീപനത്തിൽ നിന്നാൽ, നീ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ശത്രുവിനെ നിനക്ക് മിത്രമാക്കി മാറ്റാം. മുസ്ലിങ്ങളോട് ഖുർആൻ പറയാണ്, നിങ്ങൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം, ശത്രുത ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല സമീപനത്തിൽ നിൽക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കണം. എങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുക്കളെ എന്താക്കാം? മിത്രങ്ങളാക്കി മാറ്റാം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഇണകളിലും, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരും ഭർത്താക്കന്മാര് ഭാര്യമാരും, നിങ്ങൾക്ക് തരത്തിൽ ശത്രുക്കളായ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? ശത്രുക്കളായി ഉണ്ട്. പത്രപ്രസ്താവന പോലെയാണ് ഇപ്പം നമ്മൾ കേട്ട് ശത്രുക്കളാ. ഇപ്പം അങ്ങനെ ആലോചിക്കുക, ഭാര്യ ശത്രുന്യ, ഇല്ലെങ്കിൽ ആ പൈസ കിട്ടിയ വിവരം പറയില്ലേ? ഒരു വിവരവും പറഞ്ഞിട്ടില്ല. മകനോ ഓനും ശത്രുവാ, പടച്ചോൻ പറഞ്ഞത് ശരിയാണെന്നാ, അവിടെ നിന്ന് അങ്ങോട്ടും കൂടെ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഇണകളിലും അതിനെന്ത് കഴിഞ്ഞ് ചെയ്ത്താൻ ഇളക്കാൻ പോകണമെന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾ നോക്കൂ, നമ്മളോട് പറയാണ്. എന്താ പറയുന്നത്? ഫഹ്ദുറൂഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവരെ നിങ്ങളൊരു മുന്നറിയിപ്പ് പോലെ കാണണം. ഒരു പ്രത്യേകമായ സൈറൻ മുഴങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെതായ സുരക്ഷിതത്വ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് ശരിപ്പെടുക എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ പറഞ്ഞു, വഇൻ തഅഫൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ, മാപ്പാക്കുന്നുവെങ്കിൽ, വതസ്ഫഹു, നിങ്ങൾ വിശാലത കാണിക്കുന്നുവെങ്കിൽ, വതഗ്ഫിറു, നിങ്ങൾ പൊറുക്കുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, പടച്ച റബ്ബ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനും നിങ്ങളോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്ന് ഈ പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കുക. എന്ന് പറഞ്ഞാൽ ഇവരാരും ശത്രുക്കളാണ് എന്നല്ല. പലപ്പോഴും ശത്രുക്കളെ നമ്മളൊക്കെ ഉണ്ടാക്കാറാണുള്ളത്. ഇൻഷാ അല്ലാഹ് അവസാനം പറയാം ഏത് തരത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ സൂറത്തിൽ തന്നെ അടുത്ത ആയത്തായി പറയുന്നറിയോ? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും ഫിത്നയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു പരീക്ഷണമാണ്. സാധാരണക്കാരായ ആൾക്കാരെന്താ പറയാറോ? സമ്പത്തും സന്താനവും അല്ല ഒരു പരീക്ഷണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തും സന്താനം അല്ല പരീക്ഷണമാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? പൈസ എനിക്ക് കുറച്ച് കിട്ടിയാൽ മതി,
കുട്ടികളും അതേമാതിരി കുറച്ച് കിട്ടിയാൽ മതി. അങ്ങനെയാണോ നമ്മൾ പരീക്ഷണത്തെ നേരിടൽ? ആണോ? സമ്പത്തും സന്താനവും അള്ള പറയുകയാണ് ഒരു പരീക്ഷണമായി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയും? പൈസ എത്രയായിക്കോട്ടെ, 1, 2, 10, 100, 150, 200, 2000, 10,000 ആയിക്കോട്ടെ, സമ്പത്ത് ഒരു പരീക്ഷണമാണ്. അത് എനിക്ക് അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. ഔലാദുക്കും നിങ്ങളുടെ സന്തതികൾ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് 1, 2 ഒക്കെ മതിയായ്മ നിർത്തുകയാണ് നല്ലത് എന്നും. ഇത് രണ്ടും ഒന്നിച്ചാണ് പറയുന്നത്. വലിയൊരു പാഠം ഇത് മനസ്സിലാക്കാണ്ട്. എന്നിട്ടോ ഫിത്ന എന്ന് പറഞ്ഞ പദം നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് ഒരു പിത്തനയാണെന്നാ. ഈ ഫിത്ന എന്നത് മലയാളത്തിലായപ്പോൾ പിത്തനയായി. ഫിത്നത്തുൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ്. നമ്മൾ ഓരോ പരീക്ഷണങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? നമ്മൾ ആ പരീക്ഷയെയും പരീക്ഷണത്തെയും മറികടക്കാനുള്ള നമുക്ക് അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെയും അതിൻ്റെ ഉത്തരങ്ങളെയും സ്വന്തമായി കണ്ടെത്തിക്കൊണ്ട് അതിനെ മറികടക്കാനുള്ള പ്രായോഗികമായ പരിശീലനം നമ്മൾ നേടിയെടുക്കണം. എന്നിട്ട് അള്ളാഹ് പറയാ, ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചാൽ. ഏതാണ് ഈ പരീക്ഷണം? നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ. ഈ ഒരു വലിയ പരീക്ഷണമാണ്. ഇത് എളുപ്പത്തിൽ അങ്ങനെ നടന്നു പോകുന്നില്ല. ഒരു വലിയ പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹുവിൻ്റെ അടുക്കൽ അജ്റുൻ അലീം, അജ്റുൻ അലീം. നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരും നമ്മളുടെ സമ്പത്തും ഒക്കെ തന്നെ ഒരു പരീക്ഷണമാണ്. ഇതിലാരാണോ വിജയിക്കുന്നത് അവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരല്ലേ ഈ ഇരിക്കുന്ന നിങ്ങളും നിൽക്കുന്ന ഞാനും. നമുക്കെന്തിന് സംശയിക്കണം? നമ്മൾ ഈ രംഗത്ത് എന്ത് കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിലും, എത്രത്തോളം നമ്മളുടെ തലച്ചോറിനെ ഉപയോഗിക്കുന്നുവെങ്കിലും, ആ ഉപയോഗിക്കുന്നതിന് ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു വിപുലമായ അർത്ഥത്തിലേക്ക് പോകണ്ട. കട്ടക്കാടൻ ഉസ്താദ് എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട്. ആ മക്കളുള്ള ആളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ഉസ്താദേ നിങ്ങൾക്ക് ഈ കുട്ടികൾക്കൊക്കെ ഒരു പണി കൊടുത്തൂടെ? എവിടെയെങ്കിലുമൊക്കെ ഓരോ പണിക്കൊക്കെ കൊണ്ടേ കൂടെ, ഇവർ ഇങ്ങനെ നടക്കല്ലേ ഇതിൽ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള ഈ കുട്ടികൾക്കൊക്കെ പാടെ ജോലി കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്തുള്ളത് ഇൽമാണ്. അത് ഞാൻ അവർക്ക് ഈമാനായി കൊടുക്കും. ഈമാൻ കൊടുത്തോ ആ മക്കൾക്ക് അള്ള ജോലി കൊടുക്കും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നോക്കൂ, എനിക്കെൻ്റെ കുട്ടികൾക്ക് ഈമാനും ഇഖ്ലാസും എൻ്റെ അടുത്ത് എത്ര കൊടുക്കാണ്ട് എനിക്ക് അറിവുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അടുത്ത് കഴിയണ പണിയാ, ഞാൻ അത് ചെയ്തു കൊടുക്കും. അത് ആർക്കുണ്ടോ അള്ള ജോലി കൊടുക്കും. ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ്. ഇത് വിശ്വാസികളെ നമ്മളുടെ കുട്ടികൾക്ക്, നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, ഭർത്താവിന് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ പായസവും അതുപോലെ തന്നെ മറ്റുള്ള പലഹാരങ്ങളുമൊക്കെ നമ്മൾ കൊടുക്കുന്നു. ആകാം ഏറ്റവും പ്രധാനം കൊടുക്കാൻ കഴിയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആ ഉപ്പ തൻ്റെ മകന് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും നല്ല സമ്മാനം സൽസ്വഭാവമാണ്. നോക്കൂ നിങ്ങൾ, അത് പൊതിഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അതൊരു കവറിലിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഡോർ ടു ഡോറിൽ അയക്കാൻ പറ്റൂല. നമ്മളുടെ മുഖത്തു നിന്നും, നമ്മുടെ കണ്ണിൽ നിന്നും, നമ്മുടെ കരളിൽ നിന്നും നമ്മളുടെ മകൾക്ക് നേരിട്ട് പകർന്നു കിട്ടേണ്ടതാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് ആ വാചകം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചരിക്കുന്നത്. നിങ്ങൾ ഓർക്കൂ, നമ്മളുടെ മക്കൾ, നമ്മളുടെ സന്തതികൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ആ അമാനത്തിൻ്റെ അർത്ഥത്തിലേക്കാണ് പോകുന്നത്. നമ്മളൊക്കെ വിശ്വാസികളല്ലേ? അള്ളാഹിൻ്റെ ഖുർആനിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വിളിച്ചു തേടുന്നുവെങ്കിൽ ആരെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ. വേറെ ആരോടും വിളിച്ചു തേടുകയില്ല. നേർച്ച വഴിപാടുകളോ അങ്ങോട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. 5 നേരത്തെ നമസ്കാരം എല്ലാവരും നിർവഹിക്കാറില്ലേ? ഏത് ജോലി തിരക്കിനിടയിലും എങ്ങനെയായിരുന്നാലും നിസ്കാരത്തിൻ്റെ സമയമാണ് നമ്മളെയൊക്കെ ഓരോ സമയമായി രേഖപ്പെടുത്തുന്നത്. നീ എപ്പോഴാണ് ജോലിക്ക് പോവുക? ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് പോകും. നീ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഉച്ചക്ക് വരിക? ളുഹർ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുക. എന്നിട്ട് പിന്നെ രണ്ടാമത് എപ്പോഴാണ് ജോലിക്ക് പോവുക? ഞാൻ അസർ നിസ്കരിച്ചിട്ടാണ് പിന്നെ പോവുക. എന്നിട്ട് പിന്നെ നമ്മളെപ്പോഴാണ് കണ്ടുമുട്ടുക? നമുക്ക് എന്നാൽ മഗ്‌രിബിന് എന്നെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെപ്പോഴാണ് തിരിച്ചെത്തുക? ഇശ കഴിയുമ്പോഴേക്ക് തിരിച്ചെത്താം. ഇതെന്താണ്? ഇത് ഈമാനുള്ള നമ്മുടെ ഉപ്പയും നമ്മുടെ ഉപ്പയുടെ കൂട്ടുകാരനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ സംസാരമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യും? ഇവരൊക്കെ എന്ത് വേറെ നിസ്കാരത്തിൻ്റെ ടൈമല്ലാതെ വേറെന്തൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈമാക്കി എടുക്കല്ല. അവരെല്ലാം അതിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനറിയോ? എവിടെ നിന്നാണ് നമ്മൾ ചോറ് വയ്ക്കുക എന്ന് ഞാൻ നിങ്ങളും ചോദിക്കും. ഏത് ഹോട്ടലിലാണ് നമ്മൾ കയറുക എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും ചോദിക്കണം എന്താ, ഉപ്പയും വാപ്പയും ഉമ്മയൊക്കെ ചോദിക്കണം എന്താ അറിയോ? നമ്മൾ എവിടെയാണ് നിസ്കരിക്കാൻ എവിടെ എത്തുക? അസറിന് എപ്പോഴെത്തും? മഗ്‌രിബിന് ഇങ്ങോട്ട് എത്തുമോ?
ഇശക്ക് അങ്ങോട്ട് എത്താൻ കഴിയുമോ? ഇതെന്തിനാ ചെറുക്കുന്നത്? ഒരു വിശ്വാസത്തിന് അള്ളൊരു ക്രമം പഠിപ്പിച്ചെന്ന വിശ്വാസിക്ക് സമയം അറിയാണ്ട പോണ്ട, സമയത്തിൻ്റെ വില അറിയാതെ പോണ്ട. അപ്പോൾ നിസ്കരിക്കാത്ത ആരും ഈ സദസ്സിലില്ലല്ലോ. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരും കർമ്മം കൃത്യമായി ചെയ്യുന്നവരുമാണ്. അതൊരു പ്രത്യേക ദിവസമോ ഒരു പ്രത്യേക കാലമോ ഇല്ല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ നമുക്കുള്ള വിജയത്തിൻ്റെ പാത പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിൽ പറയുകയാണ്. എന്താണ്? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത്, അല്ലാഹുവിനോട് പൂർത്തീകരിക്കാനുള്ള അമാനത്ത്, വഅഹദിഹിം അവരുടെ കരാറും റാഊൻ അവർ സംരക്ഷിക്കും. എങ്ങനെ? പാലിച്ചുകൊണ്ട് സംരക്ഷിക്കും. നമ്മളൊക്കെ ഒരുപാട് കരാർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാനും നിങ്ങളും കരാർ ചെയ്തെന്താ? നമ്മൾ ആദ്യം ചൊല്ലിയ വചനം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിലെന്തൊക്കെ വരുന്നറിയങ്ങൾ? അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ, ഞാൻ എൻ്റെ കുട്ടികളെ മര്യാദക്ക് നോക്കും, ഞാൻ എൻ്റെ ഭാര്യനെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മോശമായി ചിന്തിക്കുകയില്ല, ഞാൻ രോഗം വന്നാൽ ക്ഷമിക്കും. ഇതൊക്കെ അതിൽ വരുന്ന കരാറാണ്. വിശ്വാസി ഈ തരത്തിലുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്ന മനുഷ്യൻ. എന്നിട്ടോ അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാര കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരാവകാശികൾ. നമുക്കൊക്കെ അനന്തര സ്വത്തുണ്ട്. ആരെ സ്വത്താ കിട്ടുക? ആരെ സ്വത്താ കിട്ടുക? ഉപ്പൻ്റെ സ്വത്ത് അല്ലേ? ഉമ്മൻ്റെ സ്വത്തിലും നമുക്ക് അനന്തരാവകാശമുണ്ട്. പക്ഷേ നമുക്കൊക്കെ കിട്ടുന്ന, നമുക്ക് ആരുണ്ടായാലും, നമ്മളുടെ മറ്റുള്ളവർ ജീവിച്ചിരുന്നാലും, മക്കൾ കുറച്ച് കൂടിപ്പോയാലും ഒക്കെ അനന്തരം കിട്ടുന്ന സ്വത്ത് കുറഞ്ഞു പോകുമെന്നൊരു പേടി. ഒരു ഉമ്മ മരിച്ചപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കട്ടെ എന്ന് മക്കളോടെല്ലാവരോടും അനുവാദം വാങ്ങി. മക്കളോടൊക്കെ അനുവാദം വാങ്ങിയപ്പോൾ വലിയൊരു സമ്പന്നനായ മനുഷ്യനാണ്. എല്ലാം സമ്പന്നത ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. മക്കൾ 4 മക്കളാണ്. വാപ്പ പറഞ്ഞു ഞാനൊരു കല്യാണം കഴിക്കട്ടെ, കല്യാണം കഴിക്കണതിന് കുഴപ്പമില്ല, കുട്ടികൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തന്നാൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളുണ്ടായ ഇതിൻ്റെ ആ കല്യാണത്തിൻ്റെ മുമ്പ് നമ്മളെ വാപ്പയും നമ്മളമ്മയും പറയാണ്, നമ്മളെ വല്യാപ്പ പറയാണ്, കല്യാണമൊക്കെ കഴിച്ചോട്ടെ, കുട്ടികളൊന്നും ഉണ്ടാകാത്തതായാൽ മതിയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയൊന്നും ആരും പറയുമെന്നല്ല. സന്തതികളുമൊക്കെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമുഖത്ത് അടിമകളായി സന്തതികളായി ഉണ്ടായതാണ്. അപ്പം അവിടെ ചിന്തിക്കണം എന്താ അറിയോ? പുതിയൊരു സന്തതി അടുത്ത ബന്ധത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വത്ത് പകുതിയാവുമല്ലോ എന്ന്. വാപ്പാൻ്റെ സ്വത്തിൻ്റെ കാര്യം, എൻ്റെ സ്വത്ത് പകുതിയാവില്ല, എൻ്റെ സ്വത്ത് എൻ്റെ തന്നെയാണ്, വാപ്പാൻ്റെ സ്വത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അതിന്മേൽ പോലും എന്തു ചെയ്യും? പിടിവള്ളി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സ്നേഹബന്ധങ്ങളെയോ നമ്മളുടെ സന്താനങ്ങളുടെ വിലയെയോ നമുക്കൊരനുജൻ ജനിക്കുന്നതിനെയോ ഒന്നും സ്വത്ത് നമുക്കൊരു തടസ്സമായി നമുക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ ആരും ചിന്തിക്കുമെന്നുമല്ല ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അള്ളാഹു നമുക്ക് അമാനത്തായി നൽകിയ ഈ അമാനത്ത് പൂർത്തിയാക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സന്തതികളെ നല്ല നിലയിൽ വളർത്തിയെടുക്കുക എന്ന ഒരു കാര്യം എനിക്കും നിങ്ങൾക്കൊരു ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ വസിയത്ത് തന്നെ എന്താ നോക്കൂ നിങ്ങൾ. അള്ളാഹു നമ്മളോട് വസിയത്ത് ചെയ്യാൻ, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, അള്ളാഹു നിങ്ങളുടെ സന്തതികളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. വസിയത്ത് എന്ന പദം മുസ്ലിങ്ങളായ ഞാനും നിങ്ങളെ എപ്പോഴാണ് കേൾക്കൽ? വസിയത്ത് എന്ന് പറഞ്ഞാൽ കഴുങ്ങും തൊടു അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഹരി വെക്കുക എന്നതാണ്. വസിയത്ത് എന്ന വാക്ക് കോടതിയിലും നമ്മുടെ ശരീഅത്ത് മാർഗത്തിൽ ജനങ്ങൾക്കിടയിലും, അല്ല വാപ്പാൻ്റെ വസിയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഏതെങ്കിലും 2 ഏക്കർ സ്ഥലം എവിടെ എഴുതി വെച്ചിക്കണമെന്ന് മാത്രമാണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ സതുപദേശം എന്നാണ്. വാപ്പയോട്, രക്ഷിതാക്കളോട്, ഉമ്മയോട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വസിയത്ത് ചെയ്യാനുണ്ട്. ഖുർആൻ ഇങ്ങനെ വായിച്ചാൽ നമ്മളുടെ സന്തതികളുടെ കാര്യത്തിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ 2 വസിയത്താണ് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളൊക്കെ സ്വാർത്ഥ തൽപരരല്ല. നമ്മൾ നോക്കൂ, നിങ്ങൾ ഇവിടെ കുടുംബസമേതമാണ് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. നിങ്ങളിവിടെ കുടുംബസമേതം വന്നു. ഭാര്യമാരെ, ഫ്ലാറ്റിലുള്ളവർ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടുവന്നു. ഇനി ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുവരാത്തവരെന്തു ചെയ്യും? പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന, അവരോട് ഇഖ്ലാസോടുകൂടി ജീവിക്കണം എന്ന് പറയുന്ന, അവരുടെ ലൈംഗിക ശേഷിയെ എന്തെങ്കിലും തരത്തിൽ മോശമാക്കരുതെന്ന് അവർക്ക് ബോധം തരുന്ന, ദൂർത്തടിക്കരുതെന്ന് അവരെ പഠിപ്പിക്കുന്ന ആ നല്ല ഒരു ഏതെങ്കിലും ഒരു 2-3 പ്രഭാഷണത്തിൻ്റെ CD കൂടെ കൊണ്ടുപോയിട്ട് അത് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. എന്തിനാണെന്നറിയോ? ഖൂ അൻഫുസകും യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും
അതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാക്കുക. എന്തുകൊണ്ടാണ് കാക്കണം എന്ന് പറയുന്നത്? വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനമെന്ന് പറയുന്നത്, അതിൽ കത്തിക്കപ്പെടാനുള്ളത് വിറകും കല്ലും അതുപോലെ തന്നെ മനുഷ്യരുമാണ് കേട്ടോ. അത് നിങ്ങളുടെ കുടുംബമാകാതിരിക്കട്ടെ. നമ്മളുടെ മക്കളെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പണം അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഭാര്യയ്ക്ക് വിഷമമുണ്ടാകാതിരിക്കാൻ, വിശപ്പില്ലാതിരിക്കാൻ നമ്മൾ അധ്വാനിച്ച് പണം അയച്ചു കൊടുക്കുകയാണ്. നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, നരകാഗ്നിയുടെ ചൂടേൽക്കാതിരിക്കാൻ അവർക്ക് ഹിദായത്ത് കൂടെ എത്തുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ, സതുപദേശങ്ങൾ നമ്മൾ കൊടുക്കും. നമ്മൾ പൂർവോപരി നമ്മളത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മളൊക്കെ തന്നെയും നമ്മൾ ഒരുപോലെ ഒന്നിച്ച് എയർപോർട്ടിൽ ഭാര്യയും കുട്ടികളും നമ്മളെ സ്വീകരിക്കാൻ എത്താതിരുന്നാൽ എത്ര വിഷമമുണ്ടാവും. നമ്മളിങ്ങനെ നോക്കൂ, നമ്മളെ വർക്കാരെത്തിയിട്ടില്ല അല്ലേ? എന്തേ നമ്മളുടെ കുടുംബം, നമ്മളുടെ വീട്ടുകാർ, അവരുടെ വണ്ടി എന്താ അങ്ങോട്ട് എത്താത്തത്? നമ്മളൊരു കുടുംബമാണ്, എല്ലാവരുടെ കുടുംബവും പോയി, നമ്മളെ കുടുംബം മാത്രം എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക, വീണ്ടും ഫോൺ വിളിക്കുക. അല്ല മക്കളെ, ഞാൻ 2 കൊല്ലം കൂടുമ്പോൾ ഒന്ന് വരും എന്നറിഞ്ഞിട്ട് ഒന്ന് നേരത്തെ കാലത്തെ ഇവിടെ എത്തിക്കൂടാനോ? അല്ല ഉപ്പാ, ഞങ്ങളോട് ഒരാൾ പറഞ്ഞു 7:45 അത്ര നേരത്തെ ഇറങ്ങണം, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഉപ്പ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആത്മബന്ധം നമുക്കത്ര അകലെയാണെങ്കിൽ പോലും അങ്ങേയറ്റം നിറഞ്ഞു കിടക്കുകയാണ്. ഈ ബന്ധം അവരുടെ പരലോക മോക്ഷത്തിനു കൂടെ കാരണമാകണം. അല്ലാതെ മോനപ്പം ഞാൻ ഈ ഇത്ര ദൂരം നിന്നൊക്കെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മോനെ നിസ്കരിച്ചടാ, മോനെ ഈ ഉമ്മ പറഞ്ഞ് കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ കുട്ടി എന്താ വിചാരിക്കുക? വെറുതെ ആ ഫോണിൻ്റെ ചാർജ് കളയണ്ട, എനിക്കെന്താ വേണ്ടത്? പൈസ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പണം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത്. അള്ളാഹിൻ്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉപദേശിക്കണം, നിങ്ങൾ അവരെ നരകാഗ്നിയിൽ രക്ഷപ്പെടുത്തണം. കാരണം നരകാഗ്നിയിലെ ഇന്ധനമെന്ന് പറയുന്നത് ആളുകളും അതുപോലെ തന്നെ കല്ലുകളുമാണ്. ആളുകളും കല്ലുകളുമാണെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. മനുഷ്യരായ നമ്മളും കല്ലുകളെപ്പോലെ ആകുമ്പോൾ അതിലെ ഇന്ധനവും അതിലെ വിറകുമാകാതിരിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് മനസ്സലിയുക, ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുക. എന്തു തന്നെയായിരുന്നാലും അത്തരത്തിലുള്ള പകയോ വെറുപ്പോ അല്ല നമ്മളെ പരസ്പരം ഭരിക്കേണ്ടത്. സ്നേഹവും അതുപോലെ തന്നെ ആദരവുമാകണം. മാത്രമല്ല നരകത്തിൻ്റെ രക്ഷയെക്കുറിച്ച്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? നമ്മുടെയൊക്കെ ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളാരും പറയാറില്ല. നമ്മളോട് ആരെങ്കിലും ചോദിക്കുക എന്താ ഇപ്പോൾ ആഗ്രഹം? ഒന്നുമില്ല, റോഡിൻ്റെ വക്കത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം എടുക്കണം, എന്നിട്ടൊരു പുര കയറ്റണം, എന്നിട്ട് പുര കയറ്റിയിട്ട് അതിലൊന്ന് താമസമാക്കണം, പിന്നെ ഉള്ളിൽ വേറൊരു സ്ഥലം വാങ്ങിയിട്ട് 2ാമത്തെ മകൻ അവിടെ ഒരു വീട് കയറ്റണം. അപ്പോൾ അമ്മാവൻ ചോദിക്കുക, മോനെ മരിച്ചു പോകണമെന്നൊരു ചിന്തയൊന്നും എനിക്കില്ലേ? അല്ല, അതുണ്ട്, ഞാൻ പറയണ്ടല്ലോ. അത് കൂട്ടത്തിൽ വരണം. കേൾക്കുന്നവനും നമ്മളെ മനസ്സിലാക്കുക. മുസ്ലിങ്ങളെ, നമ്മളാരും മോശക്കാരാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളെയൊക്കെ സംസാരം പലപ്പോഴും, ഞാൻ എൻ്റെ ഒരു കണ്ണൂരിനടുത്ത് ഉള്ളൊരു സ്ഥലത്ത് മുടിവെട്ടാൻ കയറി. ആ സമയത്ത് സുന്ദരൻ എന്ന് പറയുന്ന സുന്ദരനായൊരു മനുഷ്യനായിരുന്നു എൻ്റെ മുടി വെട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. കുറേ കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ഗൾഫുകാരനായ മുതലാളിയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സുന്ദര, ഞാൻ ചന്ദ്രനിൽ 2 സെൻറ്റ് സ്ഥലം എടുത്തിക്കണമെന്ന് പറഞ്ഞു. അത് ശരിയായിക്കാറില്ലേ? ഞാനിങ്ങനെ ഇരുന്ന് വല്ലാതെ ചിരിച്ചില്ല. കാരണം എല്ലാ ചിരിച്ചാൽ മുടിവെട്ടൽ തെറ്റിപ്പോവും. ആലോചിച്ച് പോയി. നമ്മളിങ്ങനെയൊന്നും ഏതായാലും പറയലുണ്ടാവില്ല. അല്ലെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴേക്ക് ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കും. പിന്നെ ചന്ദ്രനിൽ കൂടെ 2 സെൻറ്റ് സ്ഥലം എടുത്തിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് എങ്ങനെ ആർക്കെങ്കിലും അസൂയ തോന്നാതിരിക്കും? അതുകൊണ്ട് അങ്ങനെ ആരും തോന്നുന്നു എന്നല്ല, എങ്കിലും നമ്മളുടെ മക്കളുടെ നന്മക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കും. പടച്ചോനെ, ഈ എന്ത് ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന, ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കാത്ത, ഞങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന വീട്ടുകാരനും അയൽവാസിയും കുടുംബക്കാരനുമാണ് അവൻ. ചിലപ്പോൾ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവൻ റബ്ബിനോട് പറഞ്ഞു എന്ന് വരാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് നരകരക്ഷ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നരകത്തുനിന്ന് എനിക്കും ഇങ്ങൾക്കും രക്ഷപ്പെടണം. ഞാനും നിങ്ങളും 5 നേരം നിസ്കരിക്കണ്ടല്ലേ? അത് നമ്മളെ കുട്ടികളോടും നമ്മളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളാരും പറയുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ നബി തങ്ങൾ പഠിപ്പിച്ചതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഞാൻ വായിക്കുമ്പോൾ കാണുന്നതും ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതുമായ കാര്യം പറഞ്ഞു തരാം. അല്ലാഹു പറയുകയാണ്, നീ നിന്റെ സന്താനങ്ങളെ, നിന്റെ കുടുംബത്തെ നീ ഉപദേശിക്കണം, കൽപ്പിക്കണം. ബിസ്വലാത്ത്, നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അല്ലേ? നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാ പറയണം. അപ്പം എന്ത് ചെയ്യണം? ഈ അലക്കണം കേട്ടോ, മോനെ എഴുതണം കേട്ടോ, വാപ്പൻ്റെ ഷൂസ് ഒന്ന് തുടച്ച് വെച്ചേ. ഇതൊക്കെ കൽപ്പനയാണ്. പിന്നെ നിസ്കരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇത് ബാക്കിയുള്ളതൊക്കെ എന്തോ ചെയ്യന്നെ വേണം.
മറ്റേ മറന്നാലും അങ്ങനെയല്ല, കൽപ്പിക്കണം. മോനെ നിസ്കരിക്കണം. ഭാര്യയോട് പറയണം, ഭാര്യയെ നിസ്കരിക്കാറില്ലേ, നിസ്കാരം വിട്ട് കളഞ്ഞിട്ടല്ലോ, നിസ്കരിക്കണം. നീ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിന്മേൽ എന്തു വരുന്നുവെങ്കിലും ക്ഷമിക്കണം. ചിലപ്പോൾ നിസ്കാരം ഒരു പ്രയാസമായി തോന്നുന്നു വരാം. ഉപ്പമാരെ, നമ്മൾ ഒരു മദ്രസയിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നാക്കുകയാണ്. കൊണ്ടുവന്നാക്കാൻ രക്ഷിതാവ് വന്നാണ്. എന്തേ? മതം പഠിപ്പിക്കാൻ വേണ്ടി കുട്ടീനെ കൊണ്ടുവന്നാക്കിയ രക്ഷിതാവിൻ്റെ ഉപ്പയുടെ പാൻറ്റ് ഇട്ടിയിലേറെ നിലത്തു കൂടി വലിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് ആ രക്ഷിതാവിനെ വിളിച്ചു. കുട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്? മതം പഠിപ്പിക്കാനാണ്. ഉപ്പ, നിങ്ങൾ കുറച്ചുകൂടെ മതം പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദ്, ഇല്ല. എങ്കിൽ ഈ പാൻറ്റ് ഇങ്ങനെ ഇടാൻ പാടില്ല, ഇത് മതത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുക, ശരിയാ, മതം ഞാൻ ഉൾക്കൊള്ളാതെ എൻ്റെ കുട്ടി എന്തു മതമാണ് പഠിപ്പിക്കുക? നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും? നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് നമുക്ക് കഴിഞ്ഞിട്ടല്ല, പക്ഷേ നമ്മളെ മക്കൾ ചിന്തിക്കും, ഉപ്പക്ക് ഇത് അറിയില്ലല്ലോ, ഉപ്പ ഇത് പഠിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വാപ്പ പറഞ്ഞു നമ്മളോട്, മോനെ ഞാൻ ഏതായാലും ഇങ്ങനെയായി, നീ എങ്കിലും നന്നാകുക. നമ്മളെന്ത് ചെയ്യണം? അത് മനപ്പാടാക്കിയിട്ട് നമ്മൾ പഠിച്ചേക്കാം. അപ്പോൾ മകനും എന്ത് ചെയ്യും? വാപ്പ നിങ്ങളെന്താ പറഞ്ഞ് ആ സെൻറ്റൻസ് ഒന്നുകൂടി പറയും. മോനെ ഞാൻ ഏതായാലും ഇങ്ങനെയായി, ഇനി എങ്കിലും നന്നാണ്. അപ്പോൾ അവനത് മനപ്പാടാക്കി കോപ്പിയൊക്കെ എഴുതി റെഡിയാക്കി അടുത്ത കുഞ്ഞ് ജനിക്കുമ്പോൾ അവനൊരു 10 വയസ്സാകുമ്പോൾ അത് അവൻ പറയും. ഇങ്ങനെ തലമുറയായി ഈ അജ്ഞത കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം, മോനെ ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങി, നീയും പഠിക്കുക എന്ന ഊർജ്ജസ്വലമായ വാക്കായിരിക്കണം നമ്മുടെ സന്തതികൾക്ക് ഉപകാരമായി ലഭിക്കുന്നത്. എല്ലാവരും പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. ഏതെങ്കിലും നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളക്കരയേക്കാൾ സൗകര്യമാണ് നമുക്ക് ഇപ്പോഴുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരാഴ്ചയിലുള്ള ഒരു ക്ലാസ്സിന് നിങ്ങളൊക്കെ പങ്കെടുക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ദിശ, നാളത്തെ ദിശ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ രാത്രി 12 മണിക്ക് കിടക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ആക്കാൻ ചെന്നപ്പോഴാണ്, ലൈറ്റ് ഓഫ് ആക്കരുത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു 10-17 ആൾ ഇങ്ങനെ വരുന്നത്. എപ്പോഴാണ് ക്ലാസ്? ഇപ്പോൾ 12 മണിക്ക്. അപ്പോൾ ഞാൻ ആദ്യം വാച്ചേറ്റ തെറ്റിയതല്ല, 12 മണി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ നൈഫ് സൂക്കിൽ 11:30 കട അടക്കുക, അത് അടച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കും. പിന്നെ എന്ത് ചെയ്യും? ഒന്നും ഉണ്ടായിട്ടല്ല. അള്ളാഹു നാളെ ചോദിക്കുമല്ലോ, ഇത്ര സൗഭാഗ്യമൊരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര അടുത്തൊരു സൗകര്യം ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്ന വെപ്രാളമാണ് അവർക്കുള്ളത്. അതുപോലത്തെ താല്പര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പഠന ക്ലാസ്സുകളിൽ അംഗമാകാനും കൂട്ടുകാരനെ ആക്കാനും. ഭാര്യയോട് പഠിക്കണം, നീ ഈ പുസ്തകം വായിക്കുക, എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കും, എനിക്ക് ഓഫീസ് ടൈമാണ്, നീ ഇവിടെ ഇരിക്കല്ലേ, നമുക്ക് 2 പേർക്കും പഠിക്കാം. അങ്ങനെ കുടുംബപരമായി പാചകത്തിൻ്റെ അറിവ് നേടുക എന്നതല്ല, പഠനത്വ ഇസ്ലാമിൻ്റെ ഭാഗം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാൻ, ലാ നസ്അലുക റിസ്ഖൻ, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല. അള്ളാഹു പറയാണ്, നീ സന്താനങ്ങളെ നീ നമസ്കാരത്തെ കൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നീ ഉപദേശിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കാര്യത്തിൽ നീ ക്ഷമിക്കുകയും ചെയ്യണം. ലാ നസ്അലുക റിസ്ഖൻ, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിനക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വാ, പര്യവസാനകരമായ വിജയം എന്ന് പറയുന്നത് ഭയഭക്തിക്കാകുന്നു. അവസാനകരമായ വിജയം ഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതം, ഭക്തിയിൽ അധിഷ്ഠിതമായ ജോലി, ഭക്തിയിൽ അധിഷ്ഠിതമായ ഗൾഫ് ജീവിതം, ഭക്തിയിൽ അധിഷ്ഠിതമായ യാത്ര, ഭക്തിയിൽ അധിഷ്ഠിതമായ ഭക്ഷണം, ഭക്തിയിൽ അധിഷ്ഠിതമായ ഉറക്കം. ഇതിനാണ് പര്യവസാനം ഉണ്ടാവുക എന്നാണ്. ഭക്തി വിട്ടുകളഞ്ഞിട്ടുള്ള ഉറക്കം, അതിൽ സമാധാനം കിട്ടൂല. ഭക്തി മാറ്റിവെച്ചിട്ടുള്ള ജീവിതം സമാധാനം കിട്ടൂല. ഭക്തി മാറ്റിവെച്ചിട്ടുള്ള ഗൾഫ് ജീവിതം സ്വസ്ഥത തരികയില്ല. പര്യവസാനം ഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലാണ്. അള്ളാഹു പറയാ, എനിക്ക് നിങ്ങൾ തിന്നാൻ തരണ്ട. അള്ളാഹ് പറയാ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് തന്ന സന്താനങ്ങളെ നല്ല രൂപത്തിൽ നിങ്ങൾ ആ സന്താനങ്ങളെ വളർത്തുക എന്നതാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം. അത് നിങ്ങൾ നിർവഹിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. നമ്മളുടെ സന്താനങ്ങൾ നമുക്ക് കൺകുളിർമയാണ്. സന്താനങ്ങളും അതുപോലെ ഇണകളും. പരിശുദ്ധ ഖുർആൻ പറയാം, നമ്മൾ ഇണകളിലും നമ്മളുടെ കുഞ്ഞുങ്ങളിലുമുള്ള കൺകുളിർമ കിട്ടണമെങ്കിൽ കണ്ണ് ഏതാ? കണ്ണ് ഇതാണല്ലേ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ ചെവിന്ന് കിട്ടൂല. കൺകുളിർമ എന്ന് പറഞ്ഞാൽ കണ്ണോണ്ട് നോക്കന്നെ വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, അപ്പോൾ അന്ധൻ എങ്ങനെ കിട്ടുക? ആദ്യം കണ്ണ് തന്നെ നമ്മളെ കാര്യം തീരുമാനിക്കുക, അത് അള്ളി തീരുമാനിച്ചോളൂ. അങ്ങനെയാണ്, വെറുതെ ഓരോ ചിന്ത പോകും അങ്ങോട്ട്.
അപ്പോൾ കൺകുളിർമ, അത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് കുളിർമ കിട്ടാൻ, അല്ലേ? ഏതെങ്കിലും ഒരു ഫോട്ടോ കാണുമ്പോൾ അങ്ങോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ 2-3 കൂട്ടുകാർ ഒന്നിച്ച് ഫ്ലാറ്റിലിരിക്കുകയാണ്, ചാനലുകൾ ഓരോന്ന് വരുന്നു, നമ്മൾ പറയും എന്തൊരു ചാനലാണ്, എന്നിട്ട് നോക്കിയിരിക്കുകയാണ് 2-3 മിനിറ്റ്. എങ്ങനെ ആര് തരും? അള്ള തരുമോ? തരൂല. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിൽ വിലപ്പെട്ടതാകണമെങ്കിൽ അള്ള പറയാണ്, നീ വേറൊന്നും നോക്കരുതെന്ന്. വേറൊന്നും നോക്കി ആസ്വദിക്കുന്നവന് സ്വന്തം ഭാര്യയുടെ കൺകുളിർമ അള്ള തരൂല. അതുകൊണ്ടാണ് നമ്മളുടെ ഭാര്യനെ 3 കൊല്ലം കഴിയുമ്പോഴത്തേന് വെറുക്കണേ. 4 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ കുട്ടികളുണ്ട് എന്ന് എഴുതിയിട്ട് വലിയ ബേജാറൊന്നുമില്ല, ഞാൻ 4 വെട്ടും കെട്ടു ആർക്കാ ചെയ്തെന്നൊക്കെ. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ആരോടാ ഇത് പറഞ്ഞത്, എന്തിനോടാ പറഞ്ഞതെന്നൊക്കെ പിന്നെ തിരിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അള്ളാഹു നമ്മളോട് ഹറാമാക്കിയത് ഹറാമായത് ഹറാമായി കണ്ടാൽ അള്ളാഹു ഹലാലാക്കിയതും നമുക്ക് കൂലിയായി പ്രതീക്ഷിക്കുന്നു, നമുക്ക് കിട്ടും. ഖുർആൻ പറയാണ്, എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. ഭാര്യമാർ സന്തതികളിൽ നിന്നും നമ്മളുടെ ഇണകളിൽ, ഭർത്താക്കന്മാരോ ഭാര്യമാരെ നിങ്ങളും ശ്രദ്ധിക്കുക, ഭാര്യമാരെ നിങ്ങളും ശ്രദ്ധിക്കുക. ഭർത്താവിനെ കാണുന്ന ആ കൗതുകം നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ കണ്ണിനും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ ആസ്വാദനങ്ങളോ അറിയുന്നു എന്നാണ്. പലപ്പോഴും ദുഃഖകരമായ ജീവിതത്തിൽ എത്തിപ്പെടും. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ അങ്ങനെ പൈസ അയച്ചു കൊടുത്താൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ എന്നും ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് എന്നും ബിരിയാണി കൊടുത്തു എന്ന് കരുതിയിട്ടും പരസ്പരമുള്ള സ്നേഹവും ബന്ധം കിട്ടൂല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, എപ്പോഴും പ്രാർത്ഥിച്ചോളി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, റബ്ബനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന്, സ്ത്രീകൾക്ക് പുരുഷന്മാരായ ഇണകളിൽ നിന്ന്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ നീ നൽകണമേ, വമിൻ ദുർരിയാതിനാ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും കിട്ടണം. എങ്ങനെ? ഖുർറത അയ്യുൻ കൺകുളിർമ റബ്ബേ തരേണമേ. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളുടെ കുടുംബത്തെ റബ്ബേ നീ നാട്ടിലും കുടുംബത്തിലും വീട്ടിലുമൊക്കെ മുത്തഖികളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലാക്കണമേ. ഞങ്ങളെ കുടുംബം ഏതാണെന്നറിയോ? 4 ആളെ കുത്തി മലത്തിയ കുടുംബം. അങ്ങനത്തെ കുറേ തറവാടിൻ്റെ മഹിമയൊക്കെ നമുക്ക് ഓരോ തറവാടൊക്കെ ആയിട്ട് പറയാണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ബോട്ടിൻ്റെ കാര്യത്തിൽ പറയാമെന്നല്ലാതെ സമൂഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രക്ഷ കിട്ടൂല. എങ്ങനെ കിട്ടണ്ടേ? എൻ്റെ ഉപ്പ, ആ ഉപ്പൻ്റെ മോനാ ഞാൻ. നമ്മൾ അതൊക്കെ ചില വീടുകളിലൊക്കെ, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ചില വീട്ടിലൊക്കെ ഏറ്റവും ചെറിയ മക്കൾ അല്ലെങ്കിൽ അതേപോലെയുള്ള മക്കൾ പലപ്പോഴും വഴിതെറ്റും. ഇനി ഏതെങ്കിലും ചെറിയ മക്കളുണ്ടെങ്കിൽ നിങ്ങളോട് വിഷമിക്കരുത്, ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം. 4-3 മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഏറ്റവും ചെറിയവൻ എന്തു ചെയ്യും? അത് ഒന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒന്നും ശരിയാവില്ല. അവന് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്താൽ 2 ദിവസം കൊണ്ട് കോട്ടിക്കടിറ്റിയാൽ ഇങ്ങോട്ട് തന്നെ വരും. കല്യാണം കഴിച്ചു കൊടുത്താൽ അതും ശരിയാവില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കൊടുത്താൽ അത് പിറ്റേന്ന് പൂട്ടും. അവസാനം ബാപ്പ പറയും, മോനെ 6 മക്കളെ പോറ്റിയിട്ട് ഇങ്ങനെ ഇടങ്ങാറായിട്ടില്ല, ഇതെന്തായി ഇങ്ങനെ എന്ന്. ഉപ്പക്കുണ്ടെങ്കിലും കുഴപ്പം, ഉപ്പയും പ്രാർത്ഥിക്കണം, പഠിച്ചോനെ എൻ്റെ ചെറിയ മനോൻ എന്തോ ഒരു അന്തക്കേടുണ്ട്, റബ്ബേ ഈ തീർത്ത് കൊടുക്കണേ. എന്താ നമ്മൾ അള്ളാഹുവിനോട് എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ ആളുകളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു 2% പോലും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണില്ല. കാരണം റബ്ബെല്ലാം കേൾക്കുന്നവനല്ലേ, നമ്മളുടെ കുട്ടിയുടെ വിഷമം അറിയുന്നവനല്ലേ. ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുട്ടി, ഏക കുട്ടി 12 കൊല്ലമായിട്ട് കിട്ടിയതാ. അങ്ങനെ ആ കിട്ടിയ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാന്ന് അറിഞ്ഞോടുകൂടി ആ കുടുംബം ദ്വാർക്കാണ്. അവസാനം പരിശോധന നടത്തി, 5-6 കൊല്ലം പരിശോധന നടത്തി, ചികിത്സ നടത്തി, ഡോക്ടർ രക്തം പരിശോധിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരംശമല്ല, നിങ്ങൾ വേറെന്തെങ്കിലും ചികിത്സ നടത്തിയിരുന്നോ? ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ തരുന്ന മരുന്ന് കുടിച്ചു, ഈ കുഞ്ഞിനെ തന്ന ഞങ്ങളുടെ ഒരു സിസ്റ്റാവുണ്ട്, ആ സിസ്റ്റാവിനോട് പറഞ്ഞു, റബ്ബേ നീ ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്, നിൻ്റെ തീരുമാനത്തിന് ഞങ്ങൾ വിടാം, പക്ഷേ റബ്ബേ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് റബ്ബേ. ആ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ആ പ്രാർത്ഥനയല്ലേ ഫലിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ നന്മക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നന്മക്കും മാത്രമല്ല, നോക്കൂ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രത്യേകം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഭാര്യമാർ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലം വേണ്ടാന്ന് തീരുമാനിച്ചു കൊടുക്കണോ? ഈ പ്രാർത്ഥനയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടി വരും അല്ലേ? ആലോചിച്ച് നോക്കി, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ ഒരു 3-4 കൊല്ലത്തിന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിക്കണെന്ന്
ഇവിടെ ചേർക്കേണ്ടി വരും. അങ്ങനെ ആകണ്ട. നമ്മളൊരു 3-4 കൊല്ലത്തിന് നമ്മളും തീരുമാനിച്ച് പഠിച്ചോ തീരുമാനം കിടക്കട്ടെ ഒരു 5 കൊല്ലത്തിന്. അപ്പോൾ എന്തായി ഒരു 10 കൊല്ലമായി. അങ്ങനെ ആകരുത്. നമ്മൾ എന്ത് തന്നെയായി നമ്മൾ ചിന്തിക്കൂലേ? പക്ഷേ നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നൊന്നല്ല. എന്നാലും ആരോ നമ്മളോട് പറഞ്ഞിരിക്കണം ഊട്ടി മൈസൂരൊക്കെ നടക്കാൻ കുട്ടികൾ ആദ്യത്തിലൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പരമാവധി അത് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. അതൊക്കെ എന്തോ തെറ്റിദ്ധാരണയാണ്. അവസാനം നമ്മൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് തമ്മിൽ വരസൽ വരുമ്പോൾ അപ്പം നമുക്ക് തോന്നുന്നു ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ ടോക്കൺ എടുത്തുക്കുമ്പോഴേ നമ്മളെ തെറ്റും കുറ്റവും പറഞ്ഞു തീർക്കാൻ ഇത് ഫൈനും കൂടി ഇല്ലാതെയാവും. അങ്ങനെ തന്നെയാണ് മനഃശാസ്ത്രകാരന്മാർ പറയണതാ. 2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെയൊക്കെ അവരുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും അസ്വാരസ്യം ഉണ്ടാവും. അതൊക്കെ തീരുന്നത് കുട്ടികളെ കാര്യത്തിലാണ്. തമ്മിൽ മിണ്ടാണ്ടക്കും. അപ്പോൾ ആ കുട്ടിയൊന്ന് ഛർദ്ദിച്ച് ആശുപത്രിയിൽ പോയി ടോക്കൺ 40, അത് വരെ ആരാർത്താൻ ആരുമില്ല. അതോടുകൂടി അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സന്താനങ്ങളും നമ്മുടെ സൗഭാഗ്യവും എത്ര അത് മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ അവരെ സൽവഴിക്ക് നീങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. നമുക്ക് പരലോകത്തതിൻ്റെ ഗുണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞില്ലേ? കാരണം അത് ബോധ്യപ്പെടുത്തി തന്നു, നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. റസൂലുള്ള പറയാ ഇൻഖതഅമലുഹു ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങൾ ഒഴികെ മുറിഞ്ഞു പോകും. 3 കാര്യമാണ് മുറിയാത്തത്. സദഖത്തുൻ ജാരിയ, ജാരിയയായ സദഖ. എന്തെങ്കിലും മാർഗത്തിൽ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മദ്രസിന് 4 ബെഞ്ച്, അല്ലെങ്കിൽ ഒരു പള്ളിക്കൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു മുസല്ലടാനുള്ള സ്പേസ്, ഇങ്ങനെയൊക്കെ സദഖത്തുൻ ജാരിയായി തുറന്നു പോകുന്നത്. രണ്ടാമത്തത് പറഞ്ഞു ഇൽമിൻ യൻതഫിഉ ബിഹി, ഉപകാരമുണ്ടാകുന്ന അറിവ് എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ അറിവ് ശേഖരിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ആകരുത് അല്ലേ? ഇപ്പം നാട്ടിൽ വോട്ട് നടക്കുകയാണ്. നാട്ടിൽ വോട്ട് നടക്കുമ്പോൾ സ്ഥാനാർത്ഥിനേക്കാളും ഏജൻറ്റിനേക്കാളും പോളിംഗ് ഏജൻറ്റിനേക്കാളും വോട്ട് ചെയ്യാൻ പോണ വാപ്പാനേക്കാളും ചൂട് ഇവിടെ ഗൾഫിലുണ്ടായാൽ എല്ലാവരും പണിയൊക്കെ ഒഴിവാക്കി നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് എന്തായി എന്ന് നോക്കിയിരിക്കണേ. ആ അറിവ് എന്താ ഉപകരിക്കുക? ആലോചിച്ച് നോക്കുന്നത്. എന്നിട്ട് അത് എണ്ണിയത്, ആ എണ്ണീൻ്റെ എണ്ണം രാത്രി 12 മണിക്ക് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിൽ നിന്ന് വിളിച്ചു ചോദിക്കുക, അല്ല നിങ്ങൾ ആ വോട്ടിൻ്റെ എണ്ണം നിങ്ങൾ ഓർമ്മയിലുണ്ടോ? 2248 അങ്ങനത്തെ ഒന്നും ഓർച്ചേക്കണ്ട, അതൊക്കെ വേഗം മറന്നളി. ഒക്കെ ആവശ്യം ഉണ്ടാകണത്. എന്നാലോ സൂറത്ത് എത്രണ്ണുണ്ട്, ആയത്ത് എത്രണ്ണുണ്ട് അല്ലേ? എന്താണ് കുട്ടികൾ എത്രയിലാണ് പഠിക്കണേ? ആ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇതൊക്കെ ഓർത്ത് വെച്ച് ഓരോ രക്ഷിതാക്കൾ ഇങ്ങനെ ഫോൺ ചെയ്യേണ്ടത്. എന്നാ പരീക്ഷ, ആ പരീക്ഷ എന്ന് തുടങ്ങും, എന്തൊക്കെയാണ്, എത്ര പാഠങ്ങളുണ്ട്, എന്താണ് അവനവൻ്റെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കാം വിളിക്കുന്നത്. എന്ത് കുഞ്ഞുങ്ങളുടെ വിജയം തന്നെയാണ്. എന്നിട്ട് പറയാണ് ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്തതികൾ. ആ സന്തതികൾ അപ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം എന്ത്? പഠിച്ചോനെ എൻ്റെ മക്കളെ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കളാക്കി തീർക്കണമേ. നമ്മളെ വാപ്പയും ദ്വേർന്നാണോ അല്ലത് അല്ലേ? നമ്മളെ ഉപ്പയും ദ്വേർന്നിട്ടുണ്ടാവുമല്ലോ. ആ ഫലം ഉണ്ടോ? ആ ഫലമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഫലമുണ്ടോ? നമ്മളെ വാപ്പ മരിച്ചു പോയാലും നമ്മളെ പാസ്പോർട്ടിൽ നിന്ന് വാപ്പാൻ്റെ പേര് ഒഴിവാക്കൂല. വാപ്പാനായിട്ട് തെറ്റിയാലും പാസ്പോർട്ട് റിന്യൂവലിന് കൊടുത്ത് വരുമ്പോൾ പോസ്റ്റ്മാൻ ചോദിക്കും വാപ്പാൻ്റെ പേരെന്താ? ഞാൻ തറവാട്ടിക്ക് പോയല്ല, എന്നാൽ പാസ്പോർട്ട് തരൂല. നമ്മളെ ഇന്ത്യൻ നിയമത്തിലും എവിടെയും അതുള്ളത്. അറബികൾ വാപ്പൻ്റെ കൂടി ആ പേര് പറയുക. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഉപ്പി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം പൂർത്തീകരിച്ച് കൊടുക്കാനും നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പഠിച്ചോനെ എൻ്റെ ഉപ്പക്കും എൻ്റെ ഉമ്മക്കും റബ്ബേ രോഗമൊന്നും വല്ലാതൊന്നും ബുദ്ധിമുട്ടാതെ പഠിച്ചോനെ എന്നെയൊക്കെ വളർത്തിയതുപോലെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട് അല്ലേ? അള്ളാഹു നമ്മളോട് ഖുർആൻ പഠിപ്പിച്ചു, ചിറക് താത്തി കൊടുക്കണം. 2 ചിറക് താത്തി കൊടുക്കണം. ഒന്ന് വിനയത്തിൻ്റെയും ഒന്ന് കാരുണ്യത്തിൻ്റെയും. വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും. നമ്മളത് രണ്ടും കൂടി താത്തൂല. നമ്മളത് ഫ്ലൈറ്റ് തിരിയണ മാതിരിയാണ്. വിനയത്തിൻ്റെ താന്ന റഹ്മത്ത് ഉണ്ടാവില്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കൂല. അഥവാ ഇനി 10 or 100 കൊടുത്തിക്കണമെങ്കിൽ അപ്പോൾ കിബിറുകൊണ്ട് ഈ വിനയത്തിൻ്റെ ചിറക് ഒന്നും പൊങ്ങും ചെയ്യും. അത് രണ്ടും ഒരുമിച്ച് താഴ്ത്തി കൊടുക്കണം. വാപ്പാക്ക് പൈസയൊക്കെ ചിലവിനോ കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ചിറകും വിനയത്തിൻ്റെ ചിറകും താഴ്ത്തി കൊടുത്തിട്ട് ആ ബഹുമാനവും ആ ആദരവും ഞാൻ കൊടുക്കുന്നു എന്നതല്ല. അപ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും മക്കളുടെ കാര്യത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും കിട്ടണം. മാത്രമല്ല നമുക്ക് സന്തതികളുണ്ട്, അവരെ നോക്കുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്, നമുക്ക് പണം ലഭിക്കുന്നുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ലാ തദ്ഉ അലാ അൻഫുസികും, നിനക്കെതിരെ നീ പ്രാർത്ഥിക്കാൻ പാടില്ല.
നിനക്കെതിരെ ഈ പ്രാർത്ഥിക്കാൻ പാടില്ല. അതെപ്പോഴറിയോ? മടമ്പിന് വേദന, ഉരക്ക് വേദന, തണുപ്പ്, തലവേദന, ചെവിയിൽ കുത്ത്, പല്ലിന് സുഖമല്ല. എന്തൊരു തടിയത്, പറയരുത് എന്ന് നബി പറയാ. നിങ്ങൾക്കെതിരെ നീ പ്രാർത്ഥിക്കാൻ പാടില്ല. ലാ തദഉ അലാ ഔലാദിക്കും, നിന്റെ സന്തതികൾക്കെതിരെയും നീ പ്രാർത്ഥിക്കരുത്. ഏതാണ് സന്തതികൾക്കെതിരെ? പടച്ചോനെ, ഈ മക്കള് എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പറയ്. സന്തതികൾക്കെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ. ലാ തദഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ. പൈസ ഉണ്ടാവുമ്പോൾ അതിനെതിരെയും പ്രാർത്ഥിക്കരുത്. എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന മതി, അത് തന്നെ ഫലിക്കുന്നു. റസൂല പറയാ, ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ യസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്ന ഒരു മിനിറ്റുണ്ട്, ഒരു മണിക്കൂർ, ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ ഈ പ്രാർത്ഥന പോയതെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉടനെ ഉത്തരം കിട്ടുന്നതാണ്. നമ്മൾ പറയുന്നത് എപ്പോഴേലും കാരണം പഠിച്ചോനെ ഞാൻ അത്ര കാര്യത്തിൽ പറഞ്ഞല്ല, അള്ളാഹ് അറിയാം അത് സ്വീകരിക്കണ നേരത്തായി പറഞ്ഞത്, അപ്പം പിന്നെ ഞാനത് സ്വീകരിച്ചു എന്ന് പറയും. റസൂല പറയാ, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മക്കൾ ചിലപ്പോൾ മക്കൾക്ക് ഉള്ള നോക്കിയാൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞെന്തറിയോ? കൂലി എന്തിനാ കിട്ടുക? പണിയെടുത്തിനല്ലേ കൂലി കിട്ടുക. ആ മക്കളെയൊക്കെ നന്നാക്കി വളർത്താൻ ഒരുപാട് പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമികമായ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംറിനെ ഉപദേശിക്കുകയാണ്. യാ ഗുലാം, ഏ പൊന്നുമോനെ, സമ്മീല്ലാ, നീ ബിസ്മി ചൊല്ലാം കേട്ടോ. വകുൽ ബിയമീനിക, നിന്റെ വലതു കൈ കൊണ്ട് തിന്നണം. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്തു നിന്ന് തിന്നണം. നമ്മളെന്താ പറയുക? കിട്ടുന്നത് തിന്നോ, വേഗം തിന്നോ എന്നാ പറയാ. റസൂലുള്ള പറയാ, എന്ത് നോക്കൂ നിങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാ കുട്ടികൾ ശ്രദ്ധിക്കണേ. അത് നമ്മളിൽ നിന്ന് കിട്ടുന്ന ഉപദേശമല്ലേ. വാപ്പ ഡ്യൂട്ടിക്ക് പോണേ ആ നേരത്തുള്ള തീറ്റയൊക്കെ കണ്ടാൽ മക്കൾ ഒരു സുന്നത്തും ലോകത്തില്ല എന്നിട്ട് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, വാപ്പ നിങ്ങൾ ബിസ്മില്ലയോ ഈ നേരത്ത് മോനെ, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയാണ് ചെല്ലണത്. അപ്പോൾ മകൻ എന്ത് ചെയ്യും? അതിന്ന് പഠിക്കും. വാപ്പ വിസ്മി ചൊല്ലി, വാപ്പ വലത്തെ കൈ കൊണ്ടാണ് തിന്നണു, വലത്തെ കൈ കൊണ്ടാണ് കുടിക്കണു, വാപ്പ അടുത്തുനിന്നാണ് തിന്നത് എന്നൊക്കെ നോക്കിയിട്ട്. അല്ലാതെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വേറൊരു വാപ്പയും ഡ്യൂട്ടിക്ക് വരുമ്പോൾ വേറൊരു വാപ്പയായാൽ ആ വാപ്പയാകാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ഉപ്പയാണ്. നമ്മളെ ദൗത്യം നമ്മളെന്ത് ചെയ്യരുത്? മറന്നു പോകാൻ പാടില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. മാത്രമല്ല, മക്കൾക്കിടയിലുള്ള നീതി അത് വലിയൊരു പ്രാധാന്യമാണ്. മക്കൾക്കിടയിൽ എന്തറിയോ? ഇപ്പോൾ പൊതുവേ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടി മിക്കതും ആരോഗ്യം പറ്റ കുറഞ്ഞേക്കാരം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഒരു കുട്ടിയുണ്ടായത് എന്തെങ്കിലും ഒരു മൂക്കിന് 2 ഓട്ടാന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് കുത്തി ഒന്ന് ഛർദ്ദിക്കാൻ വരുമ്പോഴേക്ക് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആംബുലൻസ് ഇട്ട് അങ്ങനെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഈ രോഗം എന്ന ടെൻഷനുള്ള സർവ്വം മരുന്നും ഈ കുട്ടിക്ക് കുത്തിവെച്ച് ഒന്നാമത്തെ ഒരു കുട്ടി ഏകദേശം ഒരു വൈക്കായിക്കാണ്. രണ്ടാമതാവുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നറിയോ? ഭാര്യ പറയോ നന്നായിട്ട് ഛർദ്ദിച്ചു, കുടലും ആർട്ടൊന്നും പോകുന്നില്ലല്ലോ, തൽക്കാലം കുറച്ച് കഞ്ഞിവെള്ളം കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ നോർമലായി. നമ്മളെ കുട്ടികളുടെ ആരോഗ്യവും അവരുടെ രോഗത്തെക്കുറിച്ചൊക്കെ നോർമലായി. അപ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ 1-ാം കുട്ടിയോ അല്ലെങ്കിൽ 2-ാം കുട്ടിയൊക്കെ ബുദ്ധിയിലോ ശാരീരിക അവസ്ഥയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും. കണ്ടില്ലേ കാക്ക എല്ലാം റെഡിയാണ്, എൻ്റെ ഇത് കണ്ടാൽ മതി. അപ്പോൾ ഇരിക്കുവാടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഒന്നും നിങ്ങളെങ്ങനെ റെഡിയാക്കിയാലും നിങ്ങൾ കാക്കാക്ക് അവാർഡ് കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ ഇനി എന്തിനങ്ങനെ ഇങ്ങനെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച ഞാൻ നിങ്ങളും പറയല്ല, ഇന്നലി ബനീക അലൈക മിനൽ ഹഖി, നിനക്ക് യഥാർത്ഥമായ ഒരു അവകാശബോധമുണ്ട്, ഒരു ബാധ്യതയുണ്ട്. നിന്റെ സന്തതികളിൽ അൻ തഅദില ബൈനഹും, അവർക്കിടയിൽ നീ നീതി പാലിക്കണം കേട്ടോ. പ്രത്യേക നീതി എനിക്കും ഇങ്ങൾക്കും വരാത്ത എന്താ അറിയോ? പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്ലേ? പെൺകുട്ടികൾ ആൺകുട്ടികൾ റസൂലുള്ളാഹി പറയാണ്, ഖുർആൻ തന്നെ അത് പറഞ്ഞു, യജ്അലൂന ലില്ലാഹിൽ ബനാത്ത്, പെൺകുട്ടികളെ അവർ അള്ളാഹ്ക്കാക്കി. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? ആൺകുട്ടിനെ കിട്ടി, ഓ അൽഹംദുലില്ലാഹ് ഖൈർ, ഇവിടെ ലഡുവും മിഠായി ഒക്കെ അല്ലേ? പെൺകുട്ടിയാണ് എനിച്ചെങ്കിൽ ഒന്നുമില്ല, ഒരു ഫോൺ വിളി ഒന്നുമില്ല. ചില ആൺകുട്ടിയാണെങ്കിൽ പറയും, എടാ ഞാനൊരു വാപ്പയിക്കണെന്നാ പറയാം. അപ്പോൾ എന്തിപ്പോൾ സംഭവം? ഒന്നുമില്ല, ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയാണെങ്കിലോ, എടാ കഥ കഴിഞ്ഞെന്നാ പറയാം. ഇത് തന്നെ അതിന് ഓരോ നമ്മളും മലപ്പുറവും നമ്മളെ കോഴിക്കോടും കാസർഗോഡും കേരളവും ഒരു വ്യത്യാസമില്ല. അവരും എന്ത് ചെയ്യുന്ന ഞങ്ങൾ പെൺകുട്ടിനെ അള്ളാഹ് കൊടുക്കും. കാരണം ഞങ്ങൾക്ക് പോറ്റാൻ ഞങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ടാണ്. അല്ലാതെ പെൺകുട്ടികൾ നല്ലതാണ് പഠിച്ചോനാന്ന് എന്നാ പഠിച്ചോന് നേർച്ചയാക്കാന്നല്ല. അവരല്ലാഹു പിന്നെ പെൺകുട്ടികളെ ആക്കും.
എന്നിട്ട് ഖുർആൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് തുടങ്ങുന്ന വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെൺകുട്ടികളെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, വാർത്ത അറിയിക്കണോ സന്തോഷ വാർത്തയായിട്ടാ പറയാ കുഞ്ഞുണ്ടായിണെന്ന്, പക്ഷെയോ ലല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കലീം, മുഖം കരുവാളിച്ചു പോകും, ദേഷ്യം അടക്കി പിടിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരിക. വല്ല വ്യത്യാസമുണ്ടോ? അപ്പം അങ്ങനെ ആകരുത്. ഒരു ഉപ്പനെ കണ്ടുമുട്ടി, അദ്ദേഹത്തോട് ചോദിച്ചു എത്ര മക്കളാണ്? 8 മക്കൾ. എങ്ങനെ ചോദിച്ചു? 4 ആൺകുട്ടികൾ 4 പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ ചോദിച്ചു 8 മക്കൾ. അപ്പോൾ എന്നോട് കുറച്ച് ചിരിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായി. അല്ല അതല്ല, എനിക്ക് 4 പെൺകുട്ടികളാണ്, 4 പെൺകുട്ടികളിൽ 4 ആൾ കെട്ടിക്കൊണ്ടായി, അപ്പോൾ എനിക്ക് 4 ആൺകുട്ടികളും, അപ്പോൾ എത്രയായി? 8 മക്കളായി. ഇങ്ങനെയൊക്കെ കൂട്ടാൻ ഈമാനുള്ള വാപ്പാർക്കല്ലാതെ നമ്മളെങ്ങനെ കൂട്ടിയാലും കാൽക്കുലേറ്ററിൽ കൂട്ടിയാൽ 8 മക്കളെ നമുക്ക് കിട്ടൂല, നമുക്ക് 0 കിട്ടുക, ഒരു മക്കളും ഇല്ലാത്ത പോലെ. അപ്പോൾ അതാ അള്ളാഹുൽ വിശ്വസിച്ചാലേ ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ. ആ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബത്തിനെ കണ്ട സമയത്ത് ഒരു ആൺകുട്ടിക്ക് 2 ഉമ്മ, പെൺകുട്ടിക്ക് 1 ഉമ്മ. നബി കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു നീതി പാലിച്ചോന്ന്. 2 പേർക്കും ഒരുപോലെ. മാത്രമല്ല സന്തതികളെ ഉമ്മ വെക്കണം എന്ന് തന്നെയാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെന്താ പറയുക, കണ്ണീര് കാണണ്ടായിരുന്നിട്ടാ അല്ല, ഇവിടെ ഉമ്മ വെക്കന്നെ വേണം. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 ദമ്പതികൾ വന്നു. നബിയെ, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊരു ദൂതനാണല്ലോ, നിങ്ങളതൊന്ന് പരിഹരിക്കണം. നബി പറഞ്ഞു എന്നേക്കാൾ നല്ലൊരു ദൂതുണ്ട് നിങ്ങളുടെ ഇടയിൽ ഇടപെടാനല്ലേ. നിങ്ങളെക്കാൾ വേറൊരു ദൂതനോ? അതെ, ചുംബനമാണ് നിങ്ങൾക്കിടയിൽ ഇടപെടാനുള്ള ഏറ്റവും നല്ല ദൂതൻ. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ തകരാറുകൾക്ക് പ്രശ്നപരിഹാരമായി കടന്നു വരുന്നത് ചുംബനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മക്കളെ ചുംബിക്കുക. ചുംബനം എന്നതിൽ ബർക്കത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ തന്നെ അതുണ്ടാവുള്ളൂ. 12 വയസ്സായി ഇനി ഇമ്മക്കായിട്ടാ മണയെ ചുമരുമൊക്കെ പോരാ, വെക്കണമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ചുംബിക്കണമെന്ന് തന്നെയാണ്. ആ ചുംബൻ റസൂലുള്ളാഹിയോട് ഇബ്നു ഹബീസ് എന്ന് പറയുന്ന മനുഷ്യൻ നബിയോട് ചോദിക്കുക, നബിയെ നിങ്ങളെന്തെങ്ങനെ ഉമ്മയൊക്കെ വെച്ചുത്തരക്കണം? ഞാൻ ആരാ അറിയോ? 10 കുട്ടികളെ വാപ്പേ, ഞാൻ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല. നബി പറഞ്ഞു എൻ്റെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് സ്നേഹം എടുത്ത് കളഞ്ഞാൽ എനിക്ക് വരാനൊന്നുമല്ല, അള്ളഹാനോട് ചോദിച്ചു നോക്കുകയാണ്. ഒറ്റ മറുപടി ഇങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ ഉമ്മ തന്നെ വെക്കണം. പരപ്പനങ്ങാടിക്കാരുണ്ടെങ്കിൽ പരപ്പനങ്ങാടി ഓട്ടുമൽ കടപ്പുറത്ത് പോയ സമയത്ത് അവിടെ ഒരു ക്യാമ്പിന് പോയതായിരുന്നു. അപ്പോൾ ആ പോയ സമയമോ അവിടെ ഇടക്ക് വേലിയേറ്റുണ്ടായപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ക്യാമ്പ് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ തോണിയൊന്ന് വലിച്ചെട്ടാൻ പോയി. കുറച്ച് ആളുകളൊക്കെ പോയി, ഞാനും പോയി. തിരിച്ചു വന്ന് ക്യാമ്പിൽ നിന്ന് ഒരു ഐക്കോറിൻ്റെ കഷ്ണം കറിയിൽ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു ഇത് നല്ല രസമുണ്ടല്ലോ. അവർ പറഞ്ഞു രസമല്ല. എന്ത് പറഞ്ഞു? രസമുണ്ടല്ലോ. രസമല്ല, ഐക്കോറയൊക്കെ പിടിക്കണമെങ്കിൽ ആഴക്കടലിൽ പോകണം, മിഞ്ഞാന്ന് പോയാൽ അന്ന് എത്തുള്ളൂ. ഞങ്ങൾ കെലിമയൊക്കെ ചൊല്ലി മക്കളെയൊക്കെ ഇവിടെയൊക്കെ അമ്മയൊക്കെ കൊടുത്ത് ഒക്കെ സലാമൊക്കെ കൊടുത്തിട്ടാണ് പോവുക. പിന്നെ ഐക്കോറ കിട്ടിയോ കിട്ടിയില്ല, അത് രസമുണ്ടോ എന്ന് നോക്കൂല, ഞങ്ങൾ മക്കളെടുത്തൊക്കെ തിരിച്ചെത്താൾ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ നമ്മളുമൊക്കെ ഇടയ്ക്കൊന്ന് ഐക്കോറ പിടിക്കാൻ പോകേണ്ടി വരും, നമ്മളെ കുട്ടികൾക്കൊരു ഉമ്മ കിട്ടണമെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ അൽസിമു ഔലാദക്കും വഹ്സിനു അദബഹും, നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കുക, എന്നിട്ട് അവരുടെ സ്വഭാവത്തെ നന്നാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അപ്പോൾ ഒട്ടിച്ചേർന്ന് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് എയർപോർട്ടിലൊക്കെ വരൂലേ മക്കൾ, മോനെ ഒരു കൈയൊക്കെ കൊടുത്തിട്ട് ഒരു ഉപ്പ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ നെറ്റ് തുറന്ന് ചോർക്കൂട്ട് തുറന്ന് വെച്ചിട്ട് ചില കാഴ്ച കാണാം. ഉപ്പ ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് മോനെ വിളിച്ചു, മോൻ എന്തായി ചെയ്യുന്നത്? എടാ പരലോകത്ത് എൻ്റെ കണ്ണും ഈ കമ്പ്യൂട്ടർ വാങ്ങിത്തന്ന വാപ്പാൻ്റെ ശരീരവും നരകത്തിലിട്ട് പോകും മോൻ. ഉപ്പ അപ്പോൾ അവൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ ഇന്നൊന്നും ചെയ്യരുത്, ഞാൻ അറിയാതെ ചെയ്താൽ ഞാൻ ഇനി ചെയ്യൂല. ഉപ്പ ഒരു കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നല്ല കുട്ടിയാണ്, ഉറപ്പല്ലേ, നീ ചെയ്യുമോ? ഇല്ല ഉപ്പ ഞാൻ ചെയ്യൂല. ആ കുട്ടി പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അതാണ് ഒരു ഉപ്പയും മോനും തമ്മിലുള്ള ബന്ധം. ഒരു അബദ്ധം ഒരു കുട്ടിക്ക് പറ്റി, ആ അബദ്ധത്തെ എന്ത് ചെയ്തു? നമ്മൾ പറയും ഞാൻ എന്തായാലും വേണ്ട, ഞാൻ ഒഴിവാക്കി, അതുകൊണ്ട് എന്തായി ഓന് സുഖമായി, പരലോകത്ത് നമ്മൾ ഇറങ്ങാറാവും ചെയ്യും, ഓനും സുഖമായി. അങ്ങനെയായിട്ട് എന്താ കാര്യം? പറഞ്ഞ് കൊന്ന് ബോധ്യപ്പെടുത്തി. ഞാൻ അവസാനിപ്പിക്കാൻ 2-3 കാര്യങ്ങൾ ഈ അർത്ഥത്തിൽ. ഒന്ന്, നമ്മളുടെ കുട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം, പൊതു കാര്യത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം ദീർഘമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ട്. ഞാൻ ഇത് കൂടെ പറഞ്ഞൂടെ? 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒന്ന്, നല്ലൊരു ഉപ്പയെ കൊടുക്കണം. നമ്മളെ കുട്ടിക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ പൊതു കാര്യം പറയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആദ്യമായി കൊടുക്കണം നല്ലൊരു വാപ്പാനെ കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നല്ലൊരു വാപ്പാനെ കൊടുക്കാൻ. നല്ലൊരു വാപ്പ നമ്മളുടെ കുട്ടികൾക്കുള്ള വികൃതിയും നമ്മളെ കുട്ടികളുടെ വിഷമം ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉടനെ നമ്മളെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോയാൽ മതി.
കുട്ടിക്കാലത്ത് വാപ്പ പറഞ്ഞു ഞാൻ കേട്ടില്ല, എങ്ങനെ ഞാൻ കേൾക്കണ് എന്ന് തോന്നിപ്പോയ ചില സന്ദർഭമല്ലേ? അതേ കുട്ടിയുടെ മനസ്സാണ് കുട്ടിക്കുള്ളത്. കുട്ടികൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, ഒരു മനുഷ്യൻ വന്നു, ഉമറേ എൻ്റെ കുട്ടിയാണ് പോണത്, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, പോകണ്ടില്ല ഞങ്ങൾ, ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു, അങ്ങോട്ടാ പോണേ. നബി ഉമർ ഖത്താബ് വിളിപ്പിച്ചു, എന്താ മോനെ? പിന്നെ ഉമറേ എൻ്റെ വാപ്പയാണ്, ശരിയാണ്, എൻ്റെ വാപ്പ എനിക്ക് ചെയ്തു തരേണ്ട എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ ഈ പറയേ, ഒന്ന് നല്ലൊരു ഉമ്മാനെ തരണം, എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായല്ലോ. ഉമ്മമാരെ നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്, രണ്ടു കൂട്ടർക്കും ബാധകമാണ്. നല്ലൊരു വാപ്പനെ കൊടുക്കണം, നല്ലൊരു ഉമ്മനെ കൊടുക്കണം നമ്മളെ കുട്ടിക്ക്, അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തത്, എനിക്ക് ദീനീയമായ ഒരു വിദ്യാഭ്യാസം എനിക്ക് തന്നിട്ടില്ല. മൂന്നാമത്തതോ, നല്ലൊരു പേരിടണ്ടേ, ഇടണം. എൻ്റെ പേരെന്താ അറിയോ? കരിവണ്ട്. ഞാൻ ഇനി എന്താ കാട്ടുക? നോക്കൂ, നമ്മളെ കുട്ടികൾ നാളെ ചെന്നിട്ട് ചോദിക്കൂലേ എന്താ പേര്? ഷാഷു. എന്താണെന്നറിയില്ല, എനിക്കറിയില്ല എന്താണ്, എന്തു പറയും? അപ്പോൾ നല്ല നോക്കൂ, നിങ്ങൾ ഇപ്പോൾ സൈറ്റിലൊക്കെ ഇരിക്കണം, നിങ്ങൾക്ക് തന്നെ ഇസ്ലാമിക് നെയിംസ് എന്നുള്ളത് അർത്ഥവത്തായ അർത്ഥം കൂടി കൂട്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ട് വാപ്പാൻ്റെ ഒരു പേരും ഉമ്മാൻ്റെ ഒന്നും വല്യാപ്പാൻ്റെ ഒരു അക്ഷരമൊക്കെ പാടെ കൂട്ടിയിട്ട് ഇതെന്താ വകുപ്പ് എന്നും കൂടെ മനസ്സിലാകാത്ത രൂപത്തിൽ എന്തിനാക്കണേ? നല്ലൊരു പേര്, നല്ലൊരു ഉമ്മനെ, നല്ലൊരു ഉപ്പനെ, നല്ലൊരു ഉപ്പയാവുക, നല്ലൊരു ഉമ്മയാവുക എന്നൊക്കെ നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഓരോ വികൃതികൾ കാണുമ്പോൾ നമ്മൾ പറയും, പഠിച്ചവനെ എങ്ങനെയാ ഇവരൊക്കെ ശരിയാകുന്നത്? അപ്പം നമ്മളെ അമ്മ പറയാൻ എന്താ അറിയോ? മനെ സാരല്ല, ഒക്കെ ശരിയാവും. എന്താ അറിയോ? എന്തുകൊണ്ടാ നമ്മളമ്മ അത് പറയണേ? ഇതേപോലെയൊക്കെ ആയിട്ട് നമ്മൾ എന്നിട്ടാണ് നമ്മളെപ്പോൾ ഈ പോസ്റ്റിലൊക്കെ എത്തിച്ചത്. അതൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വിവരണം എന്താ അറിയുക? കൊളസ്ട്രോൾ നമുക്ക് വലിയവൽക്കാൻ പറ്റാത്ത, കുട്ടികൾക്ക് നല്ലോണം കിട്ടേണ്ട നേരം അത്. അപ്പോൾ അവർക്ക് പച്ചക്കറി, അവർക്ക് ക്യാരറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയായിരുന്നു. ഭക്ഷണം നമ്മൾ കൊടുക്കണം. ഏറ്റവും ഉമ്മമാരെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാ അറിയോ? ഖൈറുസാദി തഖ്വ. ആ തഖ്വയാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ ഒപ്പം നിങ്ങൾ കൊടുക്കുക. മക്കൾക്ക് സംസ്കാരം, പെരുമാറ്റം അത് ടി വിയിൽ നിന്നും സീരിയലിൽ നിന്നും ആക്കാതെ നിങ്ങളിൽ നിന്ന് കൊടുക്കുക. ഉമ്മ എങ്ങനെയാകണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, എങ്ങനെ കുടുംബത്തോട് പെരുമാറണം, എങ്ങനെ വാപ്പാനെ കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. വാപ്പനെ കണ്ടു 3 ദിവസത്തിനും മിണ്ടിയില്ല. നമ്മളെ മോൻ ചോദിക്കുക, എന്തുപ്പാ നിങ്ങൾ ഞങ്ങളെ വല്യപ്പനോട് മിണ്ടാത്ത്? അതൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവും, അത് ആധാരത്തിൻ്റെ ഒരു കേസാണ്. അപ്പോൾ കുട്ടി മനസ്സിലാക്കി വെക്കുക, എന്തോ ഒരു ആധാരത്തിൻ്റെ കേസാണ്. അപ്പോൾ എന്തേ പോയി, ഏത് ആധാരത്തിൻ്റെ പ്രശ്നം? അപ്പോൾ പല ആധാരവും തിരഞ്ഞു നോക്കുക. എന്താ അറിയോ? അവരെ പോറ്റുന്നത് നമ്മളെക്കാൾ നമ്മളെ ഉപ്പയാണ്, വല്യുപ്പയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ മക്കൾ കോപ്പി ചെയ്ത് വെക്കും. ഭാവിയിൽ ഒരു ആധാരം തിരഞ്ഞെടുക്കുമല്ലോ നമ്മളോട് തെറ്റാൻ, ആലോചിച്ച് നോക്കിക്കോളൂ. വേഗത്തിൽ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, അത്തരത്തിലുള്ളൊരു ദുരന്തം വരരുത്. നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സംസ്കാരം നല്ലത് കൊടുക്കുക. ടി വിയും സീരിയലും സ്ക്രീനും ആയിത്തീരരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസം അവർക്ക് കൊടുക്കണം. പണം ആവശ്യത്തിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, അനാവശ്യമായി തീരരുത്. ആവശ്യത്തിനേ പണം കൊടുക്കുക. പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. മോനെ ഒരു പേപ്പർ എടുത്ത് ട്രെന്ന് പറഞ്ഞൊരൊച്ച കാക്ക, എന്താ അറിയോ? 200 പേജിൻ്റെ നടുവെന്ന് ഒരൊറ്റ പിന്നടക്കമുള്ള ഒരൊറ്റ വലിയാണ്. അപ്പോൾ ഉടനെ ചോദിക്കും, മോനെ വാപ്പ ഗൾഫിലാണ്? ആ വാപ്പ ഗൾഫിലാണ്. അപ്പോൾ അതാണ് എനിക്കൊരു വലിയ ദുരന്തമായിട്ട് തോന്നുന്നത്. നമ്മുടെ മക്കളെ അങ്ങനെ ശീലിപ്പിക്കരുത്. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ ഇങ്ങനെ കഷ്ടപ്പെടുക. നമ്മളെ ജോലി, ഒരു ഉപ്പ ലോണ്ടറിയിൽ ജോലി ചെയ്യുക, അദ്ദേഹം അറബി എന്ത് ചെയ്യാറുണ്ട്? ഇത് പൂർണ്ണമായി നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് CD ഒക്കെ ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ജോലിൻ്റെ CD ചോദിച്ചാൽ ആ CD കൊടുത്തു. ഷാഹിദ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടി ഒരു ദിവസം കരഞ്ഞു, ഉപ്പ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പണം വെച്ച് തരുന്നത്, എനിക്കറിയില്ലായിരുന്നു. ഉപ്പ ഞാൻ എവിടെയും ജോലിക്ക് പോയിക്കോളാം, ഞാൻ ഇനി ഉപ്പനെ കഷ്ടപ്പെടുത്തൂല. എന്താ അറിയോ? നമ്മുടെ കഷ്ടപ്പാട് പലർക്കും അറിയില്ല, പക്ഷേ നമ്മൾ അറിയിക്കുകയില്ല. നമ്മൾ ഏതെങ്കിലും അറബിൻ്റെ കാർമ ചാരി എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് അയക്കും. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് വാപ്പാൻ്റെ കാറാ. അങ്ങനെ ആകണ്ട. നമ്മളുടെ വിഷമം അവരറിഞ്ഞോട്ടെ, നമ്മളുടെ ബുദ്ധിമുട്ട് അവരറിഞ്ഞോട്ടെ, നമ്മളുടെ ശമ്പളത്തിൻ്റെ കുറവ് അവരറിയട്ടെ. എന്തിനാണ് നമ്മൾ മറച്ചു വെക്കണത്? അത് നമ്മുടെ കുട്ടികൾ അറിയണം. നമ്മുടെ കുട്ടികൾക്ക് ആയിരിക്കാം ചിലപ്പോൾ നമുക്കൊരു പരിഹാരം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം. മാത്രമല്ല ചീത്തയാവരുത് പറയുന്നത്. ചീത്ത പറഞ്ഞിട്ട് ആരും നന്നാവുകയില്ല. നിങ്ങൾക്കറിയില്ല അത്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിൻ്റെ ഉടമനെ ചീത്ത പറഞ്ഞാൽ നമ്മളെന്ത് പറയും? എന്തായാലും ഞാൻ റിസൈൻ ചെയ്ത് പോവുകയാണെന്ന്. നമ്മളെ കുട്ടിക്ക് റിസൈൻ ചെയ്യാൻ എവിടെ കൊടുക്കേണ്ടതെന്ന് അറിയിട്ടാണ്. അപ്പോൾ ചീത്ത പറയരുത് മോനെ. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക. അള്ളി റസൂൽ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്താ മോനെ നന്നാകട്ടെ. എന്നും രാവിലെ നമ്മളൊക്കെ വിളിക്കുന്നത് മോനെ നല്ല കുട്ടിയാണ് കേട്ടോ, നല്ല കുട്ടിയാണേ, നല്ല കുട്ടിയല്ലേ മോൻ, നല്ല കുട്ടിയാവില്ല. എല്ലാവരോടൊന്ന് ചോദിച്ചു നോക്കി, ആ കുട്ടി നല്ലതേ ആവുള്ളൂ.
മറ്റേ നമ്മളെന്ത് ഒരു ഗ്യാപ്പിലാണ് നിൽക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇപ്പോൾ പറയുക, എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുക എന്ന്, അങ്ങനത്തെ അത് ഗ്യാപ്പ് നമ്മൾ ഒഴിവാക്കണം. മാത്രമല്ല ഉമ്മമാരോടും പറയണം, നിങ്ങളൊരു CID ആയി കുട്ടികൾക്ക് തോന്നരുത്. കുട്ടി നൂറ് നിസ്കരിച്ചോ? നിസ്കരിച്ചു. എവിടെ നിസ്കരിച്ച്? ആരാ ഇനി മാമു? സുഹൃത്ത ഓതി എന്നൊക്കെ ചോദിച്ചാൽ കുട്ടി അപ്പോൾ നാളെ ഇനി നിസ്കരിച്ചില്ലേ മല്ല ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണം എന്നാക്കും. അപ്പോൾ അത് മോനെ നിസ്കരിച്ചോ? നിസ്കരിച്ചു. അപ്പോൾ നമുക്കിനെ തോന്നിയോ ഒന്നും നിസ്കരിച്ചിട്ടില്ല, എന്നാലേ നാളെ ഇതേപോലെ കൃത്യമായിട്ട് നിസ്കരിക്കണ്ടോ? പോന് തോന്നുന്നത് എന്തോ ഒരു അബദ്ധതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ മനസ്സല്ലേ, നമ്മളെന്തിനാ ആ കുഞ്ഞുങ്ങളെ നമ്മളോട് അടക്കി ചേർത്ത് ഇരുത്തിക്കൊണ്ട് നമ്മളവരുടെ ഹൃദയം വായിച്ച് നോക്കാൻ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഒഴിവ് കിട്ടാതിരിക്കാൻ പാടില്ല. അമിതമായ വിശ്വാസത്തിൽ നമ്മളെ മക്കളെ എടുക്കുകയും ചെയ്യരുത്. മക്കൾ ഒരുപാട് കാര്യം പറയും, അപ്പോൾ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് എല്ലാ A+ ആണെന്നൊക്കെ പറയും. എന്നാലും അതങ്ങനെ മോനെ വിശ്വാസമല്ലായിട്ടല്ല, ഇടക്കങ്ങൾ ഒന്ന് പോയി നോക്കേ ഏതൊക്കെ A+. അപ്പോൾ എന്താ ഞാൻ അതല്ല പറഞ്ഞു, ഞാൻ അടുത്തിരിക്കുന്ന സുഭാഷിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ പറയും. പിന്നെ അപ്പോൾ കുട്ടികൾ അങ്ങനെ വിശ്വാസത്തിലെടുക്കണം, എന്നാലോ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യാം. നമ്മൾ ഒരു ഉപ്പയോട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, ഉപ്പ ഓഫീസിൽ നിന്ന് വരുന്ന തിരക്കായിരുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ എൻ്റെ വീട്ടിലൊന്ന് പോട്ടെ. വേണ്ട അറിയുന്നു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയാൻ, കുരങ്ങൻ്റെ മുഖം കണ്ടില്ലേ. ഇത് എന്താ അറിയോ, ആ കുട്ടിയെ വൈകാരികമായി പ്രേരിപ്പിച്ചത് വാപ്പാനോട് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ നമ്മളാകരുത്. മോനോട് നമ്മൾ പറയും, മോനെ എന്താ എനിക്ക് പറയാനുള്ളത്, ഇരുത്തി എന്താ പറയാനുള്ളത്? ഞാനിങ്ങനെ ഒരു മോനെ അങ്ങനെ പോകണ്ട, അങ്ങനെയൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ വെള്ളത്തിലൊക്കെ വീണാൽ അപ്പോൾ എന്ത് ചെയ്യും, ബാപ്പ കേൾക്കേണ്ടത് കേൾക്കും, കേൾക്കേണ്ടാത്തതാണെങ്കിലും കേട്ടിട്ട് എന്നോടുള്ള കാര്യം പറഞ്ഞു തരും എന്നൊരു സമീപനം നമ്മുടെ മക്കളിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാകണം. ഉമ്മമാരെ നിങ്ങളെന്ത് ചെയ്യരുത്, നമ്മുടെ വീട്ടിൽ പാർട്ടീഷൻ ഉണ്ടാക്കരുത്. വാപ്പ ഉമ്മ ഞാൻ TV ഉറക്കട്ടെ, മോനെ എനിക്ക് ഈ TV ഉറക്കണ യാതൊരു വിരോധമൊന്നും വരേണ്ടായിട്ടില്ല, വാപ്പാക്കാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, വാപ്പനൊരു ശത്രുവായിട്ട് കാണും. അങ്ങനെ ആകരുത്. ഉമ്മക്കും ഉപ്പക്കും ആകണം. ഉപ്പയും ഉമ്മയും അങ്ങനെ തന്നെ, രണ്ടുപേരും. മോനെ നീ അങ്ങനെ TV തുറന്ന് എൻ്റെ പഠനം ഇതായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ സങ്കടം, എൻ്റെ പൊന്നു മക്കൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഉപ്പയും ഉമ്മയും ഒരു പാർട്ടീഷനാണെന്ന് തോന്നിപ്പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ദുരന്തമൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തം, ഉമ്മ 4 വയസ്സ് വരെ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ കുട്ടികൾ വാപ്പാൻ്റെ ഒപ്പമായിരിക്കും. അതെന്തുകൊണ്ടറിയോ, അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടീഷനിങ് വാപ്പയായ ഞാനും മെനക്കെടാൻ പാടില്ല, ഉമ്മയും മെനക്കെടാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകളായി നിലനിർത്തണം. ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കിയിട്ട് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അത് ഞാൻ പറയുന്നതറിയോ, സ്നേഹം കുറച്ച് കാലം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ആദ്യത്തെ ആ കുട്ടി എന്തൊരു സ്നേഹം, മുത്തേ, പവിഴേ, സ്വർണ്ണേ, എങ്ങനെ ഒരുപാട് പേര് നമുക്ക് വിളിക്കാനൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ഒരു 3 വയസ്സ് കഴിഞ്ഞാലോ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 3 വയസ്സ് നമ്മൾ ചിലരൊക്കെ ചോദിക്കും, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജന്മദിനം സുന്നത്താക്കാത്തത്, ജന്മദിനം എങ്ങനെയാണ്ട് ബർത്ത്ഡേ എങ്ങനെയാണ്ട് സുന്നത്താക്കിയിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേൻ്റെ ചെറിയ ആചാരമൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓരോ ലഡുവൊക്കെ ഉസ്താദിനൊക്കെ ഒരു ലഡുവൊക്കെ കൊടുന്നെടുത്ത് ഉസ്താദൊക്കെ തിന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആ ലഡു എന്തിൻ്റെ അറിയങ്ങൾ ഇല്ല, അറിയില്ല, അതിൻ്റെ കുട്ടി ജനിച്ച ബർത്ത്ഡേ. അപ്പോൾ എന്താകാനാ? ഇങ്ങനെയൊന്നും നമ്മളില്ലാത്ത ആചാരങ്ങൾ ഉണ്ടാക്കാനും മെനക്കെടരുത്. അത് ചെറിയ ലഡു അല്ലേ, സില്ലി ലഡു, അങ്ങനെ ആകരുത്. അത് നോക്കുകൾ. ഇനി ഇതെന്തേ സുന്നത്താക്കാൻ ഇനി ആക്കിയണമെങ്കിൽ നമ്മളെ കുട്ടീൻ്റെ എത്ര ബർത്ത്ഡേ കുട്ടിക്ക് കിട്ടുക? 2 ബർത്ത്ഡേ, ഏറി വന്നാൽ 2. 3ാമത്തെ കൊല്ലം എന്താ പറയുക, വാപ്പാ ഇന്നെൻ്റെ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ ഇസ്തിരിപ്പെട്ടി പൊട്ടിച്ച് ജനലിൻ്റെ ജില്ലൊരൊറ്റൊന്നും വാക്കില്ല, പോടുന്ന അറിയും. വെറുതെ ആണോ? അഷ്റഫുൽ ഖൽഖ് അങ്ങനത്തെ ഒന്നും നമ്മൾ നിലനിൽക്കണതേ നമ്മളെയൊക്കെ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ സ്നേഹവും ബന്ധുവൊക്കെ നമ്മൾ കൊടുത്തും ബഹുമാനിച്ചും ആദരിച്ചും മക്കളെ അള്ളാഹ്ക്ക് നമ്മളെ മോനേന്ന് വിളിക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് നമ്മളെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഖുർആനിൽ വിളിച്ചിക്കണോ? ഇല്ല. പക്ഷേ അള്ളാഹ് എങ്ങനെ വിളിച്ചാൽ നിങ്ങൾ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശം, യാ ബുനയ്യ, പൊന്നു മോനെ, യാ ബുനയ്യ. അള്ളാഹ്ക്ക് നമ്മളെ വിളിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ സന്തതികളല്ല, നമ്മൾ അടിമകളാണ്. യാ ഇബാദി, എൻ്റെ അടിമയെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അള്ളാഹു ആ സ്നേഹം നമുക്ക് പകർന്നു തരണം. ലുഖ്മാൻ തൻ്റെ മകനെ ഉപദേശിച്ചത് യാ ബുനയ്യ. എൻ്റെ ഉപ്പമാരും ഉമ്മമാരും എന്ത് ചെയ്യുക, യാ ബുനയ്യ എന്ന് പറഞ്ഞൊരു 8 ഉപദേശം ഉണ്ട് അവിടെ ആയത്തിൽ. സൂറത്തു ലുഖ്മാൻ, പരിശുദ്ധ ഖുർആനിൽ 411-ാം പേജിൽ വരുന്ന ആ സൂറത്തിൻ്റെ ഭാഗങ്ങൾ അതിൽ എടുത്തിട്ട് ഒന്ന് വായിച്ച് നമ്മളെ മക്കളെ ഒന്ന് കേൾപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ കുട്ടികൾ നമ്മളുടെ വീട്ടിലാകണം. എങ്ങനെ അറിയാം? നമ്മുടെ വീട്ടിലാകണം
കല്യാണം എന്ന് പറഞ്ഞാൽ ഗൾഫിലാവുമ്പോൾ നിങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ ആളില്ലാത്തതുണ്ട്, ഉപ്പൻ്റെ വീട്ടിൽ ആളില്ലാത്തതുണ്ടാവും. അപ്പോൾ ഉമ്മയോട് പറയും, ഉമ്മ ഞാൻ ഇന്ന് ഇളയമ്മയുടെ വീട്ടിലാണ്, ഇന്ന് മൂത്താപ്പയുടെ വീട്ടിലാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് മോനെ ഈ ബുക്ക് കൊടുക്കണോ? ഇല്ല, അത് എളാപ്പാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഈ എന്താ ഇവിടുന്ന് വരും? ഞാൻ അങ്ങുന്നാണ് വരുന്നത്. അപ്പോൾ ബുക്ക് എവിടെ ഉള്ളത്? അത് ഇങ്ങാണുള്ളത്. ഇത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം അധ്യാപകരായി ഞങ്ങൾ പുസ്തകം എവിടുന്നെങ്കിലും. പക്ഷേ കുട്ടിയുടെ ധാർമ്മികതയെ അത് ബാധിക്കും. മോൻ എവിടെ എത്തൂല, ഈ 3 ദിവസവും അവൻ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നമുക്കുണ്ടാകരുത്. നമ്മുടെ കുട്ടി നമ്മളുടെ വീട്ടിൽ വളരട്ടെ, ഉപ്പയെ അങ്ങോട്ട് കൊണ്ടുവന്നോളൂ, നോക്കിക്കോട്ടെ. നമ്മൾ തുണക്കേൽപ്പിച്ചാൽ അവർക്കും ഉണ്ടാവില്ല തുണ, നമുക്കും തുണയില്ലാതെയാവും. അത് നിങ്ങളുടേതായ ഒരു ബന്ധത്തിൽ അത് ബോധിപ്പിക്കണം. വിദ്യാഭ്യാസം മതവും ഭൗതികവും നോക്കുക. നമ്മളോട് ഒരാൾ ചോദിക്കുക, നമ്മളെ കൂട്ടുകാരൻ, അല്ല മോൻ എത്രയിലാണ് പഠിക്കണേ? 7. കഴിഞ്ഞു അല്ലേ? ചോദിച്ചോനും ചോദിച്ചത് മതാണ്, പറഞ്ഞ നമ്മളും മതാണ് പറഞ്ഞാണോ? അതാണോ പറഞ്ഞ്? അല്ല, ഭൗതികേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുട്ടി അറിയാം, അല്ല അപ്പാ മദ്രസ് 4ാം ക്ലാസ്സിൽ ഇത്രയും വൈകിയേ നമുക്ക് മതം ഉദിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഇപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. മക്കൾ മുമ്പെന്നൊക്കെ പറയുമ്പോൾ വലിയ കുട്ടീൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ പറയും 5ാം ക്ലാസ്സിൽ സ്കൂളിലും ഇത് പറയുന്നത്, ഒപ്പം അതിൻ്റെ മുമ്പ് തന്നെ 4ാം ക്ലാസ്സിൽ മദ്രസിലെന്ന് പറയും. കാരണം അറിയോ, കുട്ടിക്കതൊരു പ്രശ്നമായി തോന്നണം. മതത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഉപ്പക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് എത്രയാണ്? മോൻ മദ്രസയിൽ 4ാം ക്ലാസ്സിലും സ്കൂളിലും 4ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തൊക്കെ. അങ്ങനെ ഒരു മതബോധവും വിദ്യാഭ്യാസവും രണ്ടും ഒരുപോലെ നിങ്ങൾ പരിഗണിക്കുന്നു. മാത്രമല്ല ആ അവസാന ശ്രദ്ധിക്കുമ്പോൾ ഇൻ്റർനെറ്റ്, മൊബൈൽ, ഇത് രണ്ടും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമ്മളെ മക്കൾ സ്കൂളുകളിലൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ളൊരു പീഡിയക്കാരൻ ഇപ്പോൾ അടുത്തിടെയായിട്ട് മിഠായി കച്ചവടമൊന്നും വല്ലാതല്ല. അപ്പോൾ എന്താ അറിയോ, എല്ലാ കുട്ടികളും എല്ലാ കടൻ്റെ പിന്നാലെ ഒന്നും ഇങ്ങനെ പോയി പോരും. അപ്പോൾ എന്താ വെച്ചോക്കുമ്പോൾ അവിടെ മൊബൈൽ വെച്ചാൽ 1 ഉറുപ്പിയും കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ ആ മൊബൈൽ അതേപോലെ തിരിച്ചു കൊടുക്കും. ഇതാണ് നമ്മളുടെ കുട്ടികളുടെ ഗതി അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു അന്വേഷണത്തിൽ കൂടി നേരിടാൻ കഴിയില്ല. മറിച്ചെന്താ, നിങ്ങൾക്ക് തന്നെ കഴിയാം. മോനെ മൊബൈൽ കൊണ്ടുപോകരുത്, വിളിക്കാനല്ലേ, അതിൽ വേറൊന്നുമില്ലല്ലോ. ഇപ്പോൾ അള്ളാഹ് എൻ്റെ മലക്ക് എൻ്റെത് ഇപ്പം പരിശോധിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് സ്വർഗം കിട്ടൂലേ? വാപ്പാ ഇപ്പോൾ നോക്കിയിട്ടോ 2 മിനിറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് പറയും സ്വർഗം കിട്ടും. അപ്പം ഇനി ഒരു ഒറ്റ ക്ലാസ്സിൽ എവിടെ ഇരുന്നൊരു ഒറ്റ കുട്ടി ഒരു ക്ലാസ് കേട്ടിട്ടാണ് റൂമിൽ പോയിട്ട് എല്ലാ ഇതും അവൻ്റെ കമ്പ്യൂട്ടറിൽ എവിടെ ഉള്ളതെന്ന് വാപ്പ അറിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അവൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. പക്ഷെ അവൻ തന്നെ തുറന്നിട്ട് ഓപ്പണാക്കിയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു. കാരണം അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അവസാനം വാപ്പാൻ്റെ മൊബൈൽ പിന്നെ വീട്ടിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ഇടയിൽ ബെല്ലടിച്ചിട്ട് പള്ളിക്കത്തെ ആൾക്കാർ മുഴുവൻ ആരതാണത്, എന്തൊരു മൊബൈലാണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോൻ വിചാരിക്കും മ്യൂസിക് ഹറാമാണ് എന്നൊക്കെ. എൻ്റെ വാപ്പ പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, ഏതായാലും മകൻ പഠിച്ചിക്കണമല്ലോ. അങ്ങനെയാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, പിശാചിൻ്റെ പാരായണമാണ് വാദ്യസംഗീത ഉപകരണ ശബ്ദം എന്നത്. പാട്ട് എന്നതല്ല, സംഗീതം. പാട്ട് എന്ന് പറയുന്നതും തിന്മയുടെ പാട്ടുകളായി വരുന്ന ആശയങ്ങളിലേക്കാണ്. അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. മക്കൾ വലുതായാൽ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സമയം വൈകിപ്പോയി എന്നത് എനിക്കറിയുന്നു. മക്കൾ വലുതാകുന്നു. വലിയ മക്കളെ ശ്രദ്ധിക്കുക. നമ്മളെ മകന് കല്യാണപ്രായമെത്തിയ വിവരം ആരാ അറിയേണ്ടത്? നമ്മളെ മകന് കല്യാണപ്രായമെത്തിയ വിവരം നമ്മളറിയണം അല്ലേ? രാവിലെ അബ്ദുറഹ്മാൻ കുട്ടിക്ക് വീട്ടിലിരിക്കണം. എന്തേ, ഞാൻ ഒരു കല്യാണക്കാര്യം പറയാൻ വന്നു. ആരാ കല്യാണം? അത് നിങ്ങളെ മാൻ്റെ, എൻ്റെ മാൻ്റെ, ഈ റൂം കിടക്കണോ എൻ്റെ? അതെ. എന്നിട്ടെന്താ അത് അവൻ ബ്രോക്കറോട് പറഞ്ഞു, ബ്രോക്കർ അളാപ്പാനോട് പറഞ്ഞ് ബ്രോക്കർ മൂത്താപ്പാൻ. എന്തിനാ ഈ അകൽച്ച? എൻ്റെ ഉപ്പ എന്നോടാ ചോദിച്ചത് കല്യാണപ്രായമെത്തിയ സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഉദ്ദേശം എൻ്റെ ഉപ്പയോട് പറഞ്ഞു. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും അവരിഷ്ടപ്പെടുന്നൊരു കുട്ടിയെ പോയി കാണുകയും എന്നോട് പോയി കാണാൻ പറയുകയും ചെയ്തു. എനിക്ക് ആ വിവാഹ ബന്ധമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. നമ്മുടെ മക്കളെ അതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? പ്രിയപ്പെട്ട ഉമ്മ, ഈ ജില്ലിൻ്റെ അപ്പുറത്തിരിക്കുന്ന നിങ്ങളോട് പറയാണ്, നമ്മുടെ കുട്ടികൾ വഞ്ചിക്കപ്പെടരുത്. എഞ്ചിനീയറിങ്ങിനും എൻട്രൻസും ഒക്കെ പഠിച്ചിട്ട് MBBS എഞ്ചിനീയറിങ്ങോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി 3 കൊല്ലം ഉപ്പ ഫീസ് അടച്ച് 60,000 രൂപ വീതം. 3ാമത്തെ കൊല്ലം ഉപ്പ ഫീസ് അടക്കാൻ ചെന്നപ്പോൾ മോള് പറഞ്ഞു, ഉപ്പ അത് ടോം അടച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ അടക്കണ്ടെന്ന്. ഇത് സത്യമാണ് പറയുന്നത്, കളവല്ല ഞാൻ ഈ പറഞ്ഞത്, സത്യമാണത്. ആ വാർത്തക്ക് മുമ്പിൽ വളർത്തിയ പിതാവ് കഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്നും ആ പിതാവിന് പ്രയാസം നേരിടുക. അപ്പം എന്താ അറിയോ, നമ്മളെ മക്കളെ നമ്മൾ എപ്പോഴും മക്കളെ
നല്ല കുട്ടിയല്ലേ, ചതിക്കരുത് കേട്ടോ, വാപ്പിമ്മി നല്ല അഭിമാനത്തിലാണ് ഞങ്ങൾ സെൻറ്ററിൽ വരുന്ന ക്ലാസ്സിന് പോകണം, മോളെ നല്ല ഷാറായിട്ടിലെ പഠിക്കുന്നൊക്കെ പറയാം. കല്യാണ പ്രായമെത്തിയ മോനോട് ചോദിക്കാം, മോനെ ആയോ, എന്താ ഉദ്ദേശം, ശരി നമുക്കൊന്ന് അന്വേഷിക്കാം അല്ലേ. ഇതൊക്കെ നമ്മൾ അകന്ന് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതും എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറഞ്ഞെന്തറിയോ, നമ്മുടെ ധാർമ്മികതയിൽ നമുക്ക് തകർച്ച വരരുതെന്ന് കരുതിയിട്ടാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അരമണിക്കൂർ ഞാൻ കൂടുതൽ എടുത്തു, നിങ്ങൾക്ക് വിഷമം നേരിട്ടുണ്ടാകാം. ഈ വിഷയം പൂർത്തിയാക്കാൻ എടുത്ത ഒരു സമയം എന്നത് മാത്രമായി നിങ്ങൾ കരുതുക. നമ്മളുടെ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കുടുംബ ബന്ധത്തിനിടയിൽ അള്ളാഹു ചേർച്ച ഉണ്ടാക്കുമാറാകട്ടെ. ഒരു തരത്തിലുള്ള വിഷമങ്ങളും റബ്ബ് കുടുംബരംഗത്ത് നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളുടെ കുഞ്ഞുങ്ങളെ നന്നായി പോറ്റാനുള്ള മാനസികമായ അവസ്ഥ, അതുപോലെ തന്നെ ഭൗതികപരമായ മാനസിക ചിന്തയും അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.